പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശ്രീ അബ്ദുൽ സലീം പി നിർമ്മിച്ച ബോളാഗാളം എന്ന മലയാള സിനിമ ജൂലൈ 3 തിയേറ്ററിലെത്തിക്കുകയാണ്. ചിത്രം തിരക്കഥ രചനാർത്ഥി സംവിധാനം ചെയ്യുന്നത് ജുനൈസ് കാപ്പു ആണ്. ചിത്രത്തിന്റെ പ്രിവ്യൂ ഇന്നലെ നിങ്ങൾ എല്ലാവരും വന്ന് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കണ്ടില്ലേ? വനിതയില്ലേ? എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു കണ്ടതിന് ശേഷം തിയേറ്ററിലെ പ്രേക്ഷകർക്ക് വേണ്ടി ജൂലൈ 3 കേരളമെമ്പാടും റിലീസ് ചെയ്യുകയാണ്. ഫുട്ബോൾ ബേസ് ചെയ്ത ചിത്രമാണ്. ഫുട്ബോൾ മാമാങ്കം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടില്, ലോകം മുഴുവനും. അപ്പോൾ ഈ പടം ഒരു അർത്ഥവത്താണെന്നാണ് ഇന്ന് വന്ന മീഡിയ പ്രവർത്തകരെല്ലാം പറഞ്ഞ ശരി തന്നെയാണ്. ഈ സമയം നല്ല റിലീസിംഗ് ടൈം തന്നെയാണ് നമ്മുടെ ചിത്രത്തില്. അപ്പൊ ഇതിനോടനുബന്ധിച്ച് ബോളാഗാളത്തിന്റെ പ്രസ് മീറ്റ് ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. പത്രസമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന അതിഥികൾ ചിത്രത്തിന്റെ സംവിധാനം തിരക്കഥ നിർവഹിച്ച ജുനൈസ് കാപ്പു, പെരിന്തൽമണ്ണിന്റെ ഫുട്ബോളിന്റെ ആവേശമായ അദ്ദേഹം. ഫുട്ബോൾ കഥ തന്നെ പ്രേക്ഷകർക്കായിട്ട് ആദ്യം ഒരു സംവിധാന സംരംഭം ചെയ്തപ്പോൾ ഫുട്ബോൾ സ്റ്റോറി തന്നെ അവതരിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ചിത്രത്തിലെ കൂടുതൽ DOP ഷമീർ ചിബ്രാൻ, നിരവധി ചിത്രങ്ങളിലെ ഛായാഗ്രഹണം നിർവഹിച്ച DOP തുടക്കം മുതലേ കൂടെ തന്നെയുള്ള കക്ഷിയാണ് ഈ പടത്തിന്റെ കഥാചർച്ച മുതൽ. പിന്നെ നമ്മുടെ നായകൻ 8ഓളം ചിത്രങ്ങളിൽ നായകനായിട്ട് അഭിനയിച്ച അഖിൽ പ്രഭാകർ, അത് 6ഓളം ചിത്രങ്ങൾക്ക് എനിക്ക് തന്നെ PR വർക്ക് ചെയ്യാൻ സാധിച്ചു വർഷങ്ങളായിട്ട് അഖിൽ. പിന്നെ ചിത്രത്തിലെ കലിപ്പുള്ള നായിക നിങ്ങൾക്കാണ് മനസ്സിലായി, ആലിയ ഇവിടെ ഇപ്പോഴുണ്ട് അല്ലേ? പിന്നെ 2 സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്. പലരും ഇന്നലെ തിയേറ്ററിൽ നിന്ന് ആവേശത്തോട് ചോദിച്ചു അവരെന്ത് ഇവരെന്ത് ചോദിച്ചു. ആരാന്ന് ചോദിച്ചപ്പോ ഈ 2 പേരായിരുന്നു അല്ലേ? ലാല മലപ്പുറവും ഷിക്കു ഇവര് പ്രസമേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. ഇവരെന്തൊരു ഗംഭീര കഥാപാത്രമാണ് ചിത്രത്തിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കാശി 2-3 ചിത്രങ്ങളിൽ നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്ത് ഒരു പ്രധാന കഥാപാത്രം ചെയ്തു. അതിലുപരി ഒരു റിയൽ ഫുട്ബോൾ പ്ലെയർ കൂടിയാണ് അദ്ദേഹം. പിന്നെ നമ്മുടെ ഫുട്ബോൾ കമന്റേറ്റർ, ISL കമന്റേറ്ററായ പിതാവ് ശ്രീനാഥ് ഈ ചിത്രത്തിൽ അതേ സ്വഭാവം തന്നെയാണ് ചെയ്തിരിക്കുന്നത് അല്ലെ? എന്താണ് ചെയ്യുന്ന ആ പ്രൊഫഷൻ തന്നെയാണ് സിനിമയിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും പേരാണ് ബോളാഗാളം എന്ന ഫുട്ബോൾ ആസ്പദമാക്കിയുള്ള മലയാള ചിത്രത്തിന്റെ അണിയറയിൽ വേണ്ടി പത്രസമ്മേളനം മീഡിയ പ്രവർത്തകരോട് ഇന്ന് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത്. സംവിധായകനായ ജുനൈസ് കാപ്പു തന്നെ സംസാരിച്ചു തുടങ്ങട്ടെ. നമസ്കാരം, താങ്ക് യു ആൾ. ബോളാഗോളം എന്ന് പറയുന്നത് ഫുട്ബോൾ ഈ ഭൂഗോളത്തിനൊപ്പം പിറന്ന കളിയാണ് എന്ന ചൊല്ലിൽ നിന്നുണ്ടായ ഒരു ടൈറ്റിലാണ്. ഗോളാണ് ഗോളം എന്ന് പറയുന്നത്. എ പാസ് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഫുട്ബോൾ എന്നാണ് ഇതിന്റെ ടാഗ് ലൈൻ ആയിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതിന്റെ അർത്ഥം ജീവിതത്തിനും കളിക്കുമിടയിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ കഥയാണ് സിനിമ പറയുന്നത്. BBC റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഐസ്ലാൻഡ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു ഡോക്യുമെന്ററിനെ ബേസ് ചെയ്തിട്ട് നാട്ടിലെ ഗ്രൗണ്ട് നഷ്ടപ്പെട്ട ഒരു റിയൽ ഇൻസിഡന്റിനെയും കൂട്ടിച്ചേർത്ത് ചെയ്തിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് ബോളാഗോളത്തിൻ്റെത്. 2 മണിക്കൂറിൽ 2 വിസിലുകൾക്കിടയിൽ കളിയും ജീവിതവും പാസ് ചെയ്ത് കാഴ്ചയുടെ വില കൊടുക്കുന്ന ഗോൾ നേടുന്ന സിനിമയാണ് ബോളാഗോളം. ഈ സിനിമയുടെ ക്ലൈമാക്സ് സത്യത്തിൽ സ്ക്രീനിലല്ല, അത് റിയൽ ലൈഫിലാണ് എന്ന് അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ടിക്കറ്റ് ഈസ് ടോക്കൺ എന്നുള്ളതാണ് ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരാശയം. കാരണം സിനിമയിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമുക്ക് സിനിമ ടിക്കറ്റ് എടുത്തിട്ട് ഒരു സിനിമ കാണാം എന്നതിന്റെ അപ്പുറത്ത് സിനിമയുടെ യഥാർത്ഥ ക്ലൈമാക്സ് ഒരു ഗ്രൗണ്ട് വാങ്ങിക്കാനാണ്, നാട്ടുപുറത്ത് ഗ്രൗണ്ട് വാങ്ങിക്കാനാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് പ്രബുദ്ധരായ കേരള സമൂഹത്തിന്റെ മുന്നിൽ ബോൾ സമൂഹത്തിന്റെ കോർട്ടിൽ ഞങ്ങൾ വെക്കുകയാണ്. അത് ഗോൾ നേടണോ അത് മിസ് ചെയ്യണോ എന്ന് തീരുമാനിക്കേണ്ടത് പ്രബുദ്ധരായ കേരള സമൂഹമാണ്. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. കാരണം സിനിമ ഇന്നലെ റിവ്യൂ കണ്ട ആളുകളാണ്, നിങ്ങൾ എല്ലാവരും റിവ്യൂ കണ്ട ആളുകളാണ്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് റിവ്യൂകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഐസ്ലാൻഡിന്റെ ആശയം എന്ന് പറയുന്നത് കുട്ടികളെ സ്പോർട്സിൽ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് ലഹരികളുണ്ട് ലോകത്ത്. അപ്പോൾ നെഗറ്റീവായ ലഹരികളിൽ നിന്ന് മാറ്റി നിർത്തി പോസിറ്റീവായ ലഹരികളിലേക്ക് കുട്ടികളുടെ ശ്രദ്ധയെയും അവരുടെ കഴിവിനെയും തിരിച്ചുവിടുക എന്നുള്ളതാണ് ആ ഡോക്യുമെന്ററി ഉദ്ദേശിക്കുന്നത്. അത് 48% ഡ്രഗ് അഡിക്റ്റ് ആയ ഒരു ജനതയെ 5%ലേക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചുരുക്കുകയും
നാടിന്റെ സ്പോർട്സിൽ ഒരുപാട് മുന്നോട്ട് നയിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്ററിയാണ്. അപ്പോൾ അത്തരം ഒരു ആശയം നമ്മുടെ ഈ നാട്ടിൽ ഈ കാലഘട്ടത്തിൽ വളരെ റെലവെന്റ് ആണ് എന്ന് തോന്നുന്നതോടുകൂടി കൊണ്ടാണ് ഇങ്ങനെ ഒരു സബ്ജക്ട് ഈ സമയത്ത് വേൾഡ് കപ്പിന്റെ ഹരങ്ങൾക്കിടയിൽ നമ്മൾ ഒരു സിനിമയായിട്ട് മുന്നോട്ട് വെക്കുന്നത്. കാരണം നമ്മളുടെ ആവേശം ഇന്റർനാഷണൽ ആണ്. കാരണം നമ്മുടെ ആവേശങ്ങൾ ലോകം ഏറ്റെടുക്കാറുണ്ട്, ലോകത്തെ പ്രമുഖ ക്ലബ്ബുകൾ ഏറ്റെടുക്കാറുണ്ട്, രാജ്യങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ നമ്മുടെ നാട്ടിലെ ഫ്ലെക്സുകളും കട്ടൗട്ടുകളും ഒക്കെ നിറഞ്ഞു നിൽക്കാറുണ്ട്. അതേപോലെ ഫിഫ ഖത്തർ കമ്മിറ്റി വരെ നമ്മുടെ മലയാളികളെ പ്രശംസിച്ചിട്ടുള്ളതാണ്. അത്രമേൽ ഇന്റർനാഷണൽ ആണ് നമ്മുടെ ആവേശം. പക്ഷെ നമ്മളുടെ ആവേശങ്ങൾക്ക് അപ്പുറത്ത് നമുക്ക് ആക്ഷൻസ് വേണ്ടേ. സിനിമ മുന്നോട്ട് വെക്കുന്നത് ആക്ഷൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫിഫ സ്റ്റാൻഡേർഡിലുള്ള ഒരു സ്റ്റേഡിയമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറയുന്നത്. അപ്പോൾ അത് തീരുമാനിക്കേണ്ടത് ഈ സമൂഹമാണ്. ഇത് പ്രൊഡ്യൂസേഴ്സിന് വേണ്ടിയുള്ള ഒരു സിനിമയല്ല, ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു സിനിമയാണ്. ഇത്രയും മാത്രമാണ് പറയാനുള്ളത്. ജൂലൈ 3 ചിത്രം തിയേറ്ററുകളിൽ എത്തുകയാണ്. നിങ്ങൾ എല്ലാവരും സിനിമ കാണണം. സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾ, ജീവിതത്തിൽ ഇമോഷൻസ് കണക്ട് ചെയ്യുന്ന ആളുകൾ, ഇത് ഒരു നാടിന്റെ മാത്രം കഥയല്ല, ഇത് എല്ലാ ക്ലബ്ബുകളുടെയും കഥയാണ്, എല്ലാ നാടുകളുടെയും കഥയാണ്. ഗ്രൗണ്ട് നഷ്ടപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ്. അപ്പോൾ അത്തരം ഒരു പുനർവിചിന്തനത്തിന് പകം നൽകുന്ന ഒരു സിനിമയാണ് ഇത്. ഒരിക്കലും ഒരു ഡോക്യുമെന്ററിയൽ സിനിമയല്ല, ഇത് എന്റർടൈനിങ് ആയിട്ടുള്ള, എൻഗേജിങ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും. അത്തരം ഒരു സിനിമയിലൂടെ, സിനിമ സത്യത്തിലൂടെ ഒരു ആശയമാണ്. സിനിമ എന്ന് പറയുന്ന മീഡിയത്തിലൂടെ സൊസൈറ്റി നേരിടുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുക എന്നുള്ളതാണ് സിനിമ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും സിനിമ തിയേറ്ററിൽ വന്ന് കാണണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. നമ്മൾക്ക് ഗോൾ നേടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇത്രമാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. താങ്ക് യു. നമസ്കാരം, ഞാൻ അഖിൽ പ്രഭാകരൻ. ഈ സിനിമ എനിക്ക് പ്രത്യേകത ഒരു ആവുന്നത് എന്താ വെച്ചാൽ, സ്പെഷ്യൽ ആവുന്നത് എന്താ വെച്ചാൽ, ഇതിൽ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഫുട്ബോൾ കോച്ചായിട്ടാണ് ഞാനിതിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഫുട്ബോളിന് അത്രയ്ക്ക് റിലേറ്റ് ചെയ്തിരുന്ന ആളൊന്നുമല്ല. ഞാനങ്ങനെ കളിയും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് വർഷങ്ങളായി. അപ്പൊ അങ്ങനെ ഒരു കോച്ചായിട്ട് അഭിനയിക്കുക, ഒരുപാട് കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുക, അതൊക്കെ എന്നെ സംബന്ധിച്ചൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നല്ല ഫണ്ണായിരുന്നു. എല്ലാവരും ഭയങ്കര വൈബായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് മലബാർ അവിടുത്തെ ആളുകളും അവിടുത്തെ ഫുഡും എല്ലാം നമുക്ക് സ്പെഷ്യൽ ആയിരുന്നു. അപ്പൊ ഒരുപാട് എൻജോയ് ചെയ്തൊരു സിനിമയാണ്. ഒരുപാട് നല്ല നിമിഷങ്ങൾ ഈ സിനിമയിലുണ്ട്. ഇമോഷണൽ ആയാലും അതുപോലെ തന്നെ നല്ല നല്ല സോങ്ങുകളുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും നല്ലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള സിനിമയാണ്. ചെറിയൊരു സിനിമയാണ്, പക്ഷെ നല്ലൊരു സിനിമയാണ്. ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കേട്ടായിരുന്നു പ്രീമിയർ ഷോ കഴിഞ്ഞ്. അപ്പൊ എല്ലാതരം പ്രേക്ഷകരെയും പിടിച്ചിരുത്തുന്ന, എല്ലാതരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. തീർച്ചയായും എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം. അത്രേ പറയാനുള്ളൂ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ചിത്രത്തിന്റെ ഡയറക്ടർ ജുനൈസിക്കയോടും ക്യാമറാമാൻ ഷമീർ ജിബ്രാനോടും നന്ദി പറയുന്നു. ഷമീർക്കാണ് ഇതിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. ഇത്തരത്തില് നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഞാനും പ്രീമിയർ ഷോ കണ്ടായിരുന്നു. ശരിക്കും സ്വയം അഭിനയിച്ച സിനിമ ആയതുകൊണ്ട് പറയില്ല, നമ്മുടെ മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിക്കാട്ടുന്ന, നന്മകളെ ഉയർത്തിക്കാട്ടുന്ന, എവിടെയും നന്മകൾ കൊണ്ട് നമുക്ക് പോരാടി വിജയിക്കാൻ പറ്റുമെന്ന് തെളിയിക്കുന്ന ഒരു സിനിമയാണ്. തീർച്ചയായും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഞങ്ങളുടെ ഗോൾ അടിക്കും എന്നുള്ള കാര്യത്തില് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷയുണ്ട്. കാരണം അത്തരത്തിൽ ഒരു എലമെന്റ് ആണ് നമ്മുടെ ഈ സൊസൈറ്റിയിലേക്ക് ഗോളം കാഴ്ചവെക്കുന്നത്. എല്ലാവരും ചിത്രം തിയേറ്ററിൽ തന്നെ കാണണം. നിങ്ങൾ ഇതൊരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. വളരെ നല്ലൊരു അനുഭവം നിങ്ങൾക്ക്, വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. താങ്ക് യു. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഏതായാലും ഇങ്ങനെ ഒരു പടത്തില് നമുക്ക് ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ. അതിന് തന്നെ യുനെസ്കോനോട് നന്ദി പറയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടില് നമ്മളെ സ്ലാങ് വെച്ച് നമ്മക്ക് എന്താണോ ഇഷ്ടം ആ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ നാട്ടിൻപുറത്ത് ചെയ്ത് നടന്നിരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അതൊക്കെ ഈ ഫുട്ബോളിന്റെ ഇതിന് പോവാ, ഗ്രൗണ്ടിന് പോവാ. അപ്പൊ അതൊക്കെ ഒരു സിനിമയാക്കിയിട്ട്
ഇപ്പോഴത്തെ തലമുറക്ക് ലഹരിക്കെതിരെ ഒരു സിനിമയും കൂടെ ആയി. കാരണം ഒരുപാട് നാട്ടിലുണ്ട് ഇതേപോലെ ഗ്രൗണ്ടുകളില്ലാതെ പലരും ഈ ലഹരിക്ക് പിന്നാലെ പോണതൊക്കെ കളിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതിന്റെ കാരണത്താലാണ് എന്നുള്ളത്. അങ്ങനെ ഒരുപാട് കഥകൾ ഇതില് 2-3 കാര്യങ്ങൾ ഇതിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ജൂലൈ 3-ാം തീയതി ഞങ്ങളെ പടം റിലീസ് ആവുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. നല്ലൊരു ക്യാരക്ടർ അതിൽ ചെയ്യാൻ പറ്റിയിട്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാം. ഒരുപാട് സന്തോഷം. താങ്ക് യു ഓൾ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷിക്കു. ഈ കൊമ്പങ്ങാട് കോയ കുഞ്ഞാപ്പു എന്നുള്ളൊരു ക്യാരക്ടറിൽ വന്ന ആൾക്കാരാണ് ഞങ്ങൾ രണ്ടാൾക്കാരും. അപ്പോൾ ഈ പടം മലപ്പുറം ബേസ് ചെയ്ത് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കാസ്റ്റ് ചെയ്തതിലും ഈ പടത്തിൽ ഞങ്ങളെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു കഴിവ് കറക്റ്റ് എടുത്ത് ഈ പടത്തിൽ ഞങ്ങൾ അഭിനയിപ്പിച്ച ജുനൈസ് ഖാനോട് ആദ്യം നന്ദി പറയുകയാണ്. പോരാത്തിന് ഈ പടത്തിൽ ഒരുപാട് കോമഡിയും സെന്റിമെന്റും അതുപോലെ ഫുട്ബോൾ അനുബന്ധിച്ച് ഇപ്പോൾ തൂഫാന്റെ കാലഘട്ടമാണല്ലോ. അപ്പോൾ ലഹരിയോടുള്ള എതിർപ്പും എല്ലാം കൊണ്ട് കറക്റ്റ് ടൈമിനാണ് ഈ പടം റിലീസാക്കാൻ നിന്നത്. ഇതിന്റെ ബാക്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്, പ്രൊഡ്യൂസറിനാവട്ടെ, ഡയറക്ടർക്ക്, അതേപോലെ ജിബ്രു, എല്ലാവർക്കും. അപ്പൊ ഇവരൊക്കെ ഒരു വൻ വിജയമായിട്ട് ഈ പടം മാറണമെന്നാണ് മലപ്പുറത്തുള്ള ഞങ്ങളെ രണ്ടാളും ഒരു പ്രാർത്ഥന. ഈ പ്രാർത്ഥന എല്ലാവരും കൂടി കേട്ടിട്ട് ഈ വരുന്ന ജൂലൈ 3-ാം തീയതി പടം എല്ലാവരും തിയേറ്ററിൽ പോയി വിസിറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഒറ്റ ആഗ്രഹമുള്ളൂ. അപ്പൊ എല്ലാവരും മറക്കണ്ട, ഡേറ്റ് മറക്കണ്ട, ജൂലൈ 3-ാം തീയതി. താങ്ക് യു വെരി മച്ച്. ഹലോ, നമസ്കാരം. എൻ്റെ പേര് കാശിനാഥ് സനീഷ് എന്നാണ്. പക്ഷെ 4 വാക്കിൽ ചുരുക്കി കാശി എന്നാണ് ഞാൻ എല്ലാവരോടും പറയാറ്. പിന്നെ എല്ലാവരും പറഞ്ഞു ഫുട്ബോൾ പ്ലെയർ ആണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ ഞാനൊരു നടനും കൂടിയാണ്. ഞാൻ 6 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം അഭിലാഷം എന്ന് പറഞ്ഞ പടത്തിനാണ് അഭിനയിച്ചത്, ഷൈജുവേട്ടൻ്റെ കൂടെ തന്നെ. പിന്നെ കളിക്കാരനാണ്. അതേപോലെ തന്നെ ഫുട്ബോൾ ഞാൻ കളിച്ചിട്ടുണ്ട് 6-7 വർഷത്തോളം. ഞാൻ ക്രസന്റ് എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ അക്കാഡമിയിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ എൻ്റെ അത്ലറ്റിക്സ് ഈ ഒരു അത്ലറ്റ് ആയിട്ടുള്ള ഈ ഒരു കരിയറിൽ ഇപ്പൊ ഞാൻ എത്തി നിൽക്കുന്നത്, ഞാൻ റഗ്ബി എന്ന് പറയുന്ന ഒരു സ്പോർട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അധികം പോപ്പുലർ അല്ല, പക്ഷെ എന്നിലൂടെ പോപ്പുലർ ആവട്ടെ ഞാൻ വിചാരിക്കുന്നു. അപ്പൊ റഗ്ബി എന്ന് പറയുന്ന ഒരു സ്പോർട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഹിസ്റ്റോറിക്കലായിട്ട് പറയുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് റഗ്ബി ഇന്ത്യൻ ടീം കളിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. പിന്നെ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും എനിക്കുള്ള ഒരു പ്രശ്നമാണോന്ന് അറിയില്ല, കളിക്കാൻ പോകുന്ന സമയത്ത് തന്നെ ഒരാൾ വന്ന് സിനിമാ നാടകം വിളിച്ചാൽ എനിക്ക് ഇഷ്ടമല്ല. അതേപോലെ തന്നെ അഭിനയിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് കളിക്കാരാ വിളിച്ചാൽ എനിക്ക് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമാണ്. പക്ഷെ ഈ സിനിമയില് കുഴപ്പമില്ല, കാരണം രണ്ടും കളിയുണ്ട്, അതേപോലെ തന്നെ അഭിനയമുണ്ട്. പിന്നെ എനിക്ക് കൂടുതൽ പറയാനുള്ളത്, ഞാൻ ക്യാരക്ടറിലേക്ക് വരാം. ഞാൻ തൊത്തു എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ചെയ്തത്. നല്ലൊരു പേരാണ് തൊത്തു. അപ്പം തൊത്തുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഫുട്ബോൾ ഒരുപാട് നെഞ്ചോട് ചേർക്കുന്ന ഒരാളാണ്. സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അദ്ദേഹത്തിന്റെ ടാലന്റും കാര്യങ്ങളും, അദ്ദേഹം പഠിച്ച സ്കിൽസും. പിന്നെ കുറെ ആൾക്കാരോട് ചോദിച്ചു ഈ സ്കില്ലൊക്കെ എപ്പം പഠിച്ചെടുത്താണ്. ഒരേട്ടൻ ചോദിച്ചു എത്ര ദിവസം കൊണ്ട് പഠിച്ചെടുത്താണ്. ദിവസങ്ങൾ മാസങ്ങളൊന്നും ഇല്ല, ഞാൻ ലോക്ക്ഡൌൺ സമയത്ത് പഠിച്ചെടുത്താണ് സത്യം പറഞ്ഞാല്. പിന്നെ ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു 6-7 വർഷമായി. ഇതുവരെ അത് എനിക്ക് ഉപയോഗപ്പെട്ടില്ല, പക്ഷെ ഈ സിനിമ എനിക്ക് ഉപയോഗപ്പെട്ടു. അപ്പൊ അതിന് എനിക്ക് തോന്നുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്ത് സാധനം എപ്പം പഠിച്ചു വെച്ചാലും അത് എന്തെങ്കിലുമൊക്കെ ഉപയോഗപ്പെടും. അത്ര തന്നെ പറയാനുണ്ട്. എന്താണ്? അല്ല, പ്രൊഫഷണൽ എന്ന് പറയുന്നത്, ഞാൻ പറയാൻ കാരണം ഞാനൊരു ഇന്ത്യൻ പ്ലെയർ ആണ്. അതിനെക്കൊണ്ടാണ് ഞാൻ പ്രൊഫഷണൽ എന്ന് ഉദ്ദേശിച്ചത്. അതെ, ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞു, നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ പ്രൊഫഷണൽ ആയിട്ട് അത്ലറ്റിക്സ് ആയാലും അതേപോലെ തന്നെ റഗ്ബി എന്ന് പറഞ്ഞ സ്പോർട്ടും കൊണ്ടുനടക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ പ്രൊഫഷണൽ എന്ന് പറഞ്ഞത്. അല്ലാതെ ഗോൾ കളിക്കാൻ കൊണ്ട് മാത്രം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീനാഥ് മധുകുമാർ എന്നാണ്. ISL ഒക്കെ കണ്ടിട്ടുള്ളവർക്ക്, കേട്ടിട്ടുള്ളവർക്ക് എൻ്റെ ശബ്ദം കേട്ട് പരിചയം ഉണ്ടാവും. ISL കണ്ടിട്ടാണ്. അതേപോലെ സൂപ്പർ ലീഗ് കേരള പ്രീമിയർ ലീഗിൻ്റെ ഒക്കെ കഴിഞ്ഞൊരു 6 വർഷമായിട്ട് കമന്റ് ചെയ്യുന്നത്. ഞാനിതിവിടെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഒരു മെസ്സേജും അതുപോലെ തന്നെ ഈ സിനിമയുടെ ഒരു ബേസിനെ കുറിച്ചുമാണ്, ഇതുമായിട്ട് ബന്ധമില്ലെങ്കിൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യത്തെ കുറിച്ചാണ്, ഒരു മൂവ്മെന്റിനെ കുറിച്ചാണ് ഞാൻ ചെറിയ വാക്കുകളിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ലോകകപ്പ് കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? ലോകകപ്പിലെ ബ്രസീലിയൻ ആരാധകർ ആരൊക്കെയാ? ആരുമില്ല. അർജന്റീന
തോന്നി. അപ്പൊ എന്തായാലും നമ്മുടെ ഏഷ്യൻ രാജ്യമായിട്ടുള്ള ജപ്പാൻ, ജാപ്പനീസ് ഫുട്ബോളിന് ഒരു നല്ലൊരു ഉയർച്ച ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അതിന് പരമപ്രധാനമായ റീസൺ അവർ ഫുട്ബോളിലേക്ക് പാഷനേറ്റ് ആയി ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ടാണ്. അവർ ഇൻവെസ്റ്റ് ചെയ്തത് പൈസ മുഖേനയല്ല, അവർ സ്നേഹം മുഖേനയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതും ഈ ഒരു സിനിമയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, ജാപ്പനീസ് ഫുട്ബോളിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അവര് ഒരുപാട് വർഷങ്ങളായി കഷ്ടപ്പെടുന്നതിന്റെ കൂടെ കുട്ടികളിലേക്ക്, അതായത് നമുക്ക് ഒരു നല്ല താരത്തെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, ഒരു നല്ല ഫുട്ബോളറെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കുട്ടികളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയും അവരെ ഫുട്ബോളിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേ സ്റ്റോറി തന്നെയാണ് ഇവിടെ ഗോള ബേസിക്കലി പറയുന്നത്. അപ്പം ജാപ്പനീസ് ഫുട്ബോള് ഒരു കൾച്ചറിൽ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഗതിയാണ്. അവര് ഫുട്ബോളിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി കുട്ടികളെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതിനൊപ്പം തന്നെ വളരെ ചെറിയ പ്രായത്തിൽ കുട്ടികൾക്കുള്ളിലേക്ക് ഫുട്ബോളിനെ അവരുടെ വെയിൻസിനുള്ളിലേക്ക് ഇൻജക്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ക്യാപ്റ്റൻ സുബാസു എന്ന് പറയുന്ന ഒരു അനിമെ ക്യാരക്ടർ വെച്ച് വളരെ ചെറിയ പ്രായം മുതലേ തന്നെ കുട്ടികളെ ഇൻസ്പയർ ചെയ്യാൻ തുടങ്ങി. നമ്മൾ എന്തുകൊണ്ട് ഇന്ത്യ ലോകകപ്പ് കളിക്കുന്നില്ല എന്ന് എല്ലാവരും ചോദിക്കുന്നതാണ്. നമുക്ക് ഒറ്റ വാക്കിൽ വേണമെങ്കിൽ കാടടച്ച് വെടിവെച്ച സിസ്റ്റം ശരിയല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ സിസ്റ്റത്തിൽ ഉൾക്കൊള്ളുന്ന ആൾക്കാരാണ് നമ്മൾ എല്ലാവരും. അപ്പൊ ഇതേ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ജപ്പാൻ എടുത്ത ഒരു വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഒരു ക്യാപ്റ്റൻ സുബാസു എന്ന് പറയുന്ന ഒരു അനിമെ ക്യാരക്ടർ യൂസ് ചെയ്ത് കുട്ടികളിലേക്ക്, കുട്ടികളുടെ ബ്ലഡിലേക്ക്, വെയിൻസിലേക്ക് അവർ ഫുട്ബോൾ ഇൻജെക്ട് ചെയ്തു. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മെസ്സേജ് നൽകുന്ന ഒരു സിനിമയാണ്. കുട്ടികളെ ഈ ഒരു തൊത്ത് എന്ന് പറയുന്ന ക്യാരക്ടറെ മുത്ത് എന്ന് പറയുന്ന പരിശീലകൻ എടുത്ത് പരിശീലിപ്പിച്ച് ചെറിയ പ്രായം മുതൽ വളർത്തിയെടുക്കുന്ന വലിയൊരു മെസ്സേജ് കൊടുക്കുന്ന, എങ്ങനെയാണ് പ്രോപ്പറായ ഒരു ഫുട്ബോളറെ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു ക്ലാസ് അടക്കം എടുത്തു കൊടുക്കുന്ന ഒരു സിനിമയാണിത്. നമ്മൾ സി കെ വിനീതിന്റെ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ ഉണ്ട്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഒരു പരിശീലകനെ കിട്ടിയത് 17-ാമത്തെ വയസ്സിലാണ്. ഇന്ത്യൻ ഫുട്ബോളിലെ സാഹചര്യമാണ്. 17-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഒരു പരിശീലകനെ കിട്ടിയത്. നേരെ മറുപുറത്ത് 17-ാമത്തെ വയസ്സിൽ ലയണൽ മെസ്സി വേൾഡ് കപ്പ് കളിക്കുക. അപ്പൊ അതാണ് അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അതിലേക്കൊരു എന്താണ് പറയുക, ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആകാൻ വേണ്ടി ഈ ഒരു സിനിമയ്ക്ക് ഡെഫിനറ്റ്ലി സാധിക്കും. കാരണം ക്യാപ്റ്റൻ സുബാസുവിനെ പോലെ ഇപ്പൊ മുത്തു ആയാലും തൊത്തായാലും ഇവര് ഇനി വരുന്ന ജനറേഷനെ ഫുട്ബോൾ കളിക്കാരെ ഇൻസ്പയർ ചെയ്യുന്നതിലൂടെ തന്നെയാണ് സ്പോർട്സിലേക്ക് കൂടുതൽ എന്താണ് പറയുക കുട്ടികളും അതുപോലെ തന്നെ ആൾക്കാരും ആകർഷിക്കപ്പെടുക. നമുക്ക് എന്തെങ്കിലും ലോകകപ്പ് കളിക്കാനായി കഴിയും. അപ്പം ലോകകപ്പിന് വേണ്ടിയുള്ള ഒരു പടി കൂടിയായിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു സിനിമയെ കാണാം. ബോളാഗോളത്തെ ലഹരിക്കെതിരായിട്ടും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളുടെ ആ ഒരു ഊഷ്മളതയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ ശ്രദ്ധിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. എല്ലാവരും ഡെഫിനറ്റ്ലി ഈ ഒരു സിനിമ ജൂലൈ മാസം 3-ാം തീയതി ചെന്ന് കാണണം എന്നുള്ളൊരു വലിയ അഭ്യർത്ഥന മാത്രമാണ് വയ്ക്കുന്നത്. താങ്ക് യു. നമസ്കാരം. എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന പോലെ ഇന്റർവ്യൂ ഞാൻ സാധാരണ കൊടുക്കാറില്ല. നിങ്ങളെപ്പോലെ തന്നെ ക്യാമറ പിന്നിരുന്നിട്ട് ശീലമുള്ളൂ. പക്ഷെ ഇതില് ഇവൻ മസ്റ്റായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എന്റെ നാട്ടില് ഞാൻ ക്യാമറ ഞാൻ ചെയ്തുകൊണ്ടാണ് സംസാരിക്കാൻ തീരെ അറിയില്ല. നിങ്ങളെപ്പോലെ തന്നെ ബാക്കിൽ നിന്ന് പിടിക്കുന്നതാണ്. എൻ്റെ അടുത്ത് ഇവൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറെ വർഷങ്ങളായിട്ട് കൊച്ചി തന്നെയാണ്. അപ്പോൾ ഒരു സിനിമ ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാൻ ആകെ ഷോക്കായി. ആക്ച്വലി ഇവൻ ഒരുപാട് ഞാൻ സിനിമകൾ സംസാരിക്കുന്നതല്ലാതെ ഇവൻ ഒരു ഡയറക്ടർ ലെവലിൽ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഫസ്റ്റ് ഞാൻ കുറെ നോ പറഞ്ഞ ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നീട് അവൻ്റെ അടുത്ത് വിളിച്ച് നീ ആ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചു നോക്ക്, എന്നിട്ട് നീ ഒഴിവാക്കണ ചോദിക്കാന്നൊക്കെ പറഞ്ഞ അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ വായിച്ചപ്പോൾ എൻ്റെ സ്റ്റോറി ഞാനും ഇതിലൊരു ക്യാരക്ടറാണ്. എൻ്റെ നാട്ടിൽ റിയൽ ഇൻസിഡന്റ് ആയിട്ട് നടന്ന ഒരു ഗ്രൗണ്ട് നഷ്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറെ വർഷം മുമ്പാണ്. പക്ഷെ ഈ സബ്ജക്റ്റ് വെറും ഒരു ഗ്രൗണ്ട് നഷ്ടപ്പെടുത്തുന്ന ഒരു സിനിമയല്ല അത്. ഇപ്പൊ എനിക്കും മോനുണ്ട്, മക്കളുണ്ട്. അപ്പോൾ അവരും കൂടി ഞാൻ ചെയ്താൽ എനിക്കിത് ചെയ്യണമെന്ന് അപ്പോഴാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞു ഇത് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ വെച്ച ചലഞ്ച് നാട്ടിൽ ഷൂട്ട് ചെയ്യാൻ, അതായാലും വലിയ ചലഞ്ച് ചെയ്ത് അതൊക്കെ തരണം ചെയ്തു. നല്ല നല്ല ഫ്രെയിമുകളും എൻ്റെ നാട്ടിൽ എത്രത്തോളം ഭംഗിക്കാൻ പറ്റുമോ അതിന് മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. മാക്സിമം എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണണം, കുട്ടികളെ സിനിമ കാണിക്കണം. അതാണ് സെൻസർ ബോർഡിൽ നിന്ന് പോലും നമ്മൾ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് എന്താ പറയാ സ്കൂൾ തലത്തിലൊക്കെ നിങ്ങളിത് പറഞ്ഞ് ചെയ്യിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു സെൻസർ ബോർഡ് അങ്ങനെയൊന്നും ആർക്കും പറഞ്ഞ് ഞാൻ കേട്ടില്ല. ഞാൻ 2-3 പ്രാവശ്യം സെൻസർ ബോർഡിന്റെ പ്രീ ഷോപ്പിൽ പോയതാണ്. അപ്പൊ അവിടെയൊക്കെ കട്ടി ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ ഇതൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ ഷോട്ടിന് ഇതിൽ കുറെ ട്രക്കിന്റെ കുറെ സീക്വൻസ് ഉണ്ട്, ജസ്റ്റ് ബ്ലർ ചെയ്യാനായാലും പറയും. ഇതൊന്നും പറഞ്ഞില്ല. എനിക്ക് ഭയങ്കര പോസിറ്റീവ് ആ സമയത്ത്. ഇതൊക്കെ പറയാനുള്ളൂ. താങ്ക് യു. എല്ലാവരും സിനിമ കാണാം.
ഈ സിനിമയ്ക്കകത്ത് കളിക്കുന്ന ഫുട്ബോൾ ഉണ്ടല്ലോ. ഇപ്പം സാധാരണ സിനിമയ്ക്കകത്ത് ഞാൻ കുറച്ച് ഗിമിക്സ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഫുട്ബോൾ കാണിക്കാറുള്ളത്. പക്ഷെ ഇതിനകത്തോട്ട് വന്നപ്പം കുറച്ച് റിയലിസ്റ്റിക് ആയിരുന്നു കാര്യങ്ങളൊക്കെ. ഹലോ, കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടായിരുന്നു ഫുട്ബോൾ എനിക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇൻസ്പിറേഷൻ എന്താണ്? അല്ലെങ്കിൽ ഇത് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് കാണിക്കണം അങ്ങനെ തോന്നിയിട്ടുണ്ടാണ്? ഇത് ഫുട്ബോളിനെ കുറിച്ച് പറയുന്ന സിനിമയാണ് ഓഫ് കോഴ്സ്. അപ്പൊ അതുകൊണ്ട് ഫുട്ബോൾ ഇതിൽ പ്രൊഫഷണൽ ആയിട്ട് കാണിക്കണം എന്നുള്ളത് ഇതിന്റെ പ്രേക്ഷകരെ നമ്മൾ കാണുമ്പോൾ, കാരണം ഒരു ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ നോട്ട് ചെയ്ത് പറയും. കാരണം ഫുട്ബോൾ അത്രമേൽ ഹൃദയത്തിൽ കൊള്ളുന്ന ഒരു കളിയാണ്. നമ്മൾ ലോക ഫുട്ബോൾ നടക്കുമ്പോൾ പുറത്തുമണിച്ചിട്ട് കളി കാണുന്ന ടീമാണ് നമ്മളത്. നമ്മുടെ ടീമില്ല എങ്കിൽ കൂടി നമുക്കൊക്കെ ഓരോ രാഷ്ട്രങ്ങളോട് ഇഷ്ടപ്പെട്ട് നമ്മൾ കളി കാണുന്നുണ്ട്. അപ്പോൾ ഫുട്ബോൾ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരു ജനതയോട് ഈ ഫുട്ബോളിന്റെ കഥ പറയുമ്പോൾ നമുക്കൊരു ചലഞ്ചിങ് ആയിട്ട് ഒരു കാസ്റ്റിംഗ് ആയിരുന്നു ഇതിൻ്റെ അകത്ത് വരുന്ന കളിക്കാരന്റെ റോൾ എന്ന് പറയുന്നത്, തൊത്ത് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ. അപ്പൊ അവനെ പെർഫെക്റ്റ് ആയിട്ട് ആ ക്യാരക്ടറിലേക്ക് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അവൻ റിയൽ കളിക്കാരനാണ് എന്നുള്ളതും, പിന്നെ അവന് ഇമോഷൻസ് പിടിക്കാൻ പറ്റുന്നുള്ളതും, അവനെ പ്രണയിക്കാൻ പറ്റുന്നുള്ളതും ഒക്കെ അതിന്റെ പോസിറ്റീവ് ഘടകങ്ങളായിരിക്കും. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ആ കാസ്റ്റിംഗ് ചെയ്യുന്നത്. ഓഫ്കോഴ്സ് അങ്ങനെ ഒരു സിനിമ, ഒരു ഫുട്ബോൾ സിനിമ പറയുമ്പോൾ ഗിമ്മിക്ക് വേണ്ട, റിയാലിറ്റി വേണം എന്നുള്ളത് നമുക്കൊരു നിർബന്ധം കൂടി ഉണ്ടായിരുന്നു. ഇപ്പം ഇവിടെ ഇരിക്കുന്നതിനകത്ത് ഫുട്ബോളുമായിട്ട് ഒഫീഷ്യലി കുറച്ച് അടുപ്പമുള്ള ആള് ചേട്ടനാണ്. അപ്പൊ ആ ഒരു കാര്യം അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഇപ്പം ഈ ഒരു പടത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് കിട്ടുമെന്നുള്ളതാണ് ഈ ഒരു പൈസ കൊണ്ട് തന്നെ. അപ്പൊ അത് ആ ഒരു ഉദ്ദേശത്തെ എത്രത്തോളം റെസ്പെക്ട് ചെയ്ത് കാണുന്നു? തീർച്ചയായിട്ടും പരിപൂർണാർത്ഥത്തിൽ റെസ്പെക്ട് ആണ്. കാരണം ഒരു നാടിന്റെ ഡെവലപ്മെന്റിന് അവിടുത്തെ കുട്ടികള് മോശപ്പെട്ട വഴികളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു നാടിനെ തകർക്കണമെങ്കിൽ നമ്മുടെ കുട്ടികളെ മോശമാക്കിയാലും മതി എന്നുള്ള ഭയങ്കര ഒരു വലിയൊരു കോട്ടുണ്ട്. അപ്പം കുട്ടികളെ സ്പോർട്സിലേക്ക് എത്രത്തോളം ഇറക്കുന്നോ അത്രത്തോളം കുട്ടികൾ നന്നായി വരും. സ്പോർട്സിലേക്ക് ഇറക്കണമെങ്കിൽ നമുക്ക് ഗ്രൗണ്ടുകൾ വേണം, നമുക്ക് നല്ല പിച്ചുകൾ വേണം, സൗകര്യങ്ങൾ വേണം, ഇൻഫ്രാസ്ട്രക്ചർ വേണം. ബേസ് ലെവലിൽ നമുക്ക് ഓരോ പഞ്ചായത്തിലും ഒരു മിനിമം ഒരു പഞ്ചായത്ത് ഗ്രൗണ്ടെങ്കിലും ഉണ്ടെങ്കിൽ വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് അവിടെ ഒന്ന് കളിക്കാൻ കഴിയും. ഈ ഒരു സിനിമയും മുന്നോട്ട് വെക്കുന്നത് തന്നെയാണ്. സിനിമയുടെ നേരത്തെ ജുനൈസ്ക പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. നമ്മള് ഇതിൽ നിന്ന് ടിക്കറ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മളൊരു ഫുട്ബോൾ സ്റ്റേഡിയം അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ പിച്ച് ഒരുക്കാനുള്ള ഒരു വലിയ ഇനിഷ്യേറ്റീവിലേക്ക് തന്നെയാണ് പോകുന്നത്. സിനിമയ്ക്ക് അകത്തും പുറത്തും നമ്മൾ ഫുട്ബോൾ ഡെവലപ്മെന്റ് തന്നെയാണ് ബേസിക്കലി ഇതിന്റെ നിർമ്മാതാക്കളെ ലക്ഷ്യമിടുന്നത്. അതൊരു വളരെ എന്താണ് പറയുക, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു സംഗതി തന്നെയാണ്. കാരണം ഈ ഇന്ത്യൻ ഫുട്ബോൾ സർക്യൂട്ടിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ എത്രത്തോളം കുട്ടികൾ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു ഇത്രയും കാലയളവിനുള്ളിൽ. അപ്പോൾ ഈ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യമല്ല, ഇതൊരു മൂവ്മെന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കൾച്ചർ തന്നെയാണ്. നമ്മൾ ഒരു കൾച്ചർ ഡെവലപ്പ് ആക്കാൻ വേണ്ടി, ഒരു നാടിന്റെ ഫുട്ബോൾ ഡെവലപ്പ് ആക്കാൻ എന്നുള്ളതല്ല, ഒരു നാടിനെ ഡെവലപ്പ് ആക്കാൻ വേണ്ടി കുട്ടികളെ കളിക്കളങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഒരു നല്ല പ്രോസസ്സ് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സിനിമയിൽ. ഡയറക്ടറോടാണ്, താങ്കളൊരു പ്രവാസി കൂടിയാണ്. കിട്ടിയ ഒരു വെക്കേഷൻ ടൈമിൽ വന്ന് ചെയ്തൊരു സിനിമയാണിത്. അപ്പം ഓരോ സമയത്തും നമ്മൾ സിനിമ സ്വപ്നം കണ്ട് നമ്മൾ ചില സാഹചര്യത്തിൽ നമ്മൾ പലപ്പോഴും സാക്രിഫൈസ് ചെയ്ത് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കലാണ് നമ്മൾ എല്ലാവരും നമ്മൾ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മുടെ സ്വപ്നങ്ങൾ ചിലപ്പം മാറ്റി വെച്ചിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പൊ സിനിമ പണ്ട് തൊട്ടേ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഇനി കുറച്ച് നാൾ അധ്വാനിച്ച് ഇനി എന്റെ ഡ്രീമിലേക്ക് ഇറങ്ങി തിരിക്കാം എന്ന് ഇറങ്ങിയതാണോ? നല്ല ചോദ്യമാണ്, ലൈഫുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചോദ്യമാണ്. അത് ഒരു 20-25 വർഷം മുമ്പ് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് ഗൾഫിലേക്ക് പോകാൻ വേണ്ടി വിസിറ്റിൽ പോകാൻ വേണ്ടി കയറുമ്പോൾ എന്റെ കയ്യിൽ സമ്പാദ്യം എന്ന് പറയാനുണ്ടായിരുന്നത് ഇറാനിയൻ ഫിലിംസിന്റെ, അതുപോലെ കൊറിയൻ ഫിലിംസിന്റെ, അതുപോലെ ഇന്റർനാഷണൽ ഓസ്കാറിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട പടങ്ങളുടെ ഒക്കെ ഒരു വലിയ കളക്ഷൻ ആയിരുന്നു. അപ്പൊ അന്ന് മുതലേ സിനിമ കാണുന്നുണ്ട്. ഞാൻ നാട്ടുപുറത്ത് ജനിച്ച ഒരാളാണ്, പക്ഷെ സിനിമയിലേക്ക് എങ്ങനെയോ കണക്ട് ആയി പെട്ടിട്ടുണ്ട്. അപ്പോ അന്ന് സിനിമ ചെയ്യണമെന്ന് ഞാൻ പലരോടും പറഞ്ഞിട്ടുള്ളതായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനത് പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞ പോലെ തന്നെ ലൈഫിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ചില പാഷനുകളോട് നോ പറയേണ്ടി വരും. അവിടെ നോ പറഞ്ഞു. അങ്ങനെ ഒരു 20 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഈ സിനിമയായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ സിനിമ ലൈഫ് സെറ്റിൽ ആവുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്ത് പാഷനെ പിന്തുടരാം എന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ. ഒന്നേ പറയാനുള്ള എല്ലാവരോടും ചൂസ് ടു ക്രിയേറ്റ്. നമുക്ക് വിമർശനങ്ങൾ പറയാൻ വളരെ എളുപ്പമാണ്. എന്തിനെ കുറിച്ച് നമുക്ക് പറയാം. ഈ സിനിമയാണെങ്കിലും എന്ത് കളിയാണെങ്കിലും നോവലാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് വിമർശനങ്ങൾ പെട്ടെന്ന് പറയാൻ പറ്റും. പക്ഷെ ചൂസ് ടു ക്രിയേറ്റ്, ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് പോരായ്മകൾ ഉണ്ടാവാം. ഈ സിനിമ പെർഫെക്റ്റ് സിനിമയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതൊരു പോരാട്ടമാണ്.
ഇത് നമ്മൾ ഫുട്ബോൾ കളിക്കാൻ, പ്രത്യേകിച്ച് ഫുട്ബോൾ കളിക്കാൻ നമ്മൾ ഇറങ്ങുമ്പോൾ പറയും, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ടീം ഇറങ്ങുമ്പോൾ നമ്മൾ പറയും പൊരുതി കളിക്കണം കേട്ടോ, പൊരുതിയിട്ട് പോയാൽ പോട്ടെ എന്ന് വെക്കുമെന്ന് പറയും. കാരണം ഇതൊരു പൊരുതലാണ്, ഇതൊരു നാടിന് വേണ്ടിയുള്ള പൊരുതലാണ്, ഇത് നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടിയുള്ള ഒരു പൊരുതലാണ്. അപ്പോൾ പൊരുതുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഈ ഡ്രീം, ഈ ഒരു പാഷന് ചൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഇനി സിനിമ ചെയ്യണോ എന്നുള്ളതൊക്കെ തുടർന്നുള്ള ബന്ധപ്പെട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്, പക്ഷെ ഇത് ചെയ്തു എന്നുള്ളതാണ്. ഹീറോയിഡാണ് ഇതിലെ കഥാപാത്രം എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ എല്ലാ ശരിക്കും ചില സമയത്ത് നമുക്ക് തോന്നിപ്പോ എല്ലാ നാട്ടിലും ഇതേപോലൊരു കഥാപാത്രം ഉണ്ടെങ്കിൽ, അതേപോലെ ഒരാളുണ്ടെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നാല് ഉണ്ട്. പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാറുണ്ട്, വാർത്തകളൊക്കെ കാണാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കഥാപാത്രം കേട്ട സമയത്ത് എപ്പോഴെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? സ്വന്തം കുടുംബം പോലും കളഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്, പക്ഷെ റിയാലിറ്റിയിലേക്ക് വരുമ്പോഴും പലപ്പോഴും അങ്ങനെ പോസിബിൾ അല്ല. എത്രത്തോളം റിലേറ്റബിൾ ആയിരുന്നു ഇതിലെ കഥാപാത്രം? ഉണ്ട്, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് എന്റെ നാട്ടിലുണ്ട് ഒരുപാട്. എനിക്കറിയാവുന്ന ഞങ്ങളുടെ ഒരു ഇപ്പോഴത്തെ വാർഡ് മെമ്പർ ആയിട്ടുള്ള ഒരു സുഹൃത്ത് തന്നെ, ആള് വർഷങ്ങളായി ഇങ്ങനെ പൊതുപ്രവർത്തനവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ആളുടെ വീട്ടില് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ആള് മറ്റുള്ളവർക്ക് സഹായിക്കുക, അങ്ങനെ പരിപാടികളായിട്ട് ഇങ്ങനെ നടക്കില്ല. പക്ഷെ മിക്ക ഇതിലും നമ്മൾ കാണുമ്പോൾ അവസാനം അവരൊരു ഒറ്റപ്പെട്ട രീതിയിലായി പോകുന്നു എന്നൊരു സംഭവം മാത്രമാണ്. അവസാനം വരുമ്പോ അവരുടെ കൂട്ടത്തില് ആരും ഉണ്ടാവില്ല, അവരൊറ്റയ്ക്കായിരിക്കും. അങ്ങനെയാണ് മിക്ക അവസ്ഥകളിലും കണ്ടുവരുന്നത്. പക്ഷെ അങ്ങനെ ആവാതിരിക്കട്ടെ. ഡയറക്ടർ ഇതിനകത്ത് ലഹരിക്കെതിരായിട്ടുള്ള കുറെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പൊ സെയിം ടൈം ഇപ്പൊ തൂഫാൻ ഭയങ്കര ശക്തമായിട്ട് കേരളത്തിൽ നിന്ന് പോവാണ്. അപ്പൊ അതിലേക്ക് ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ ആകും ഈ ഒരു സിനിമ. അതായത് ഇപ്പൊ അതിലൊരു മെസ്സേജ് ആയിട്ട് തൂഫാൻ മൂവ്മെന്റിന് തന്നെ ഒരു കോൺട്രിബ്യൂഷൻ ആവത്തില്ലേ? നമ്മൾ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സിനിമയുടെ അവസാനം നമ്മൾ ഇത് കാണിക്കുന്നത് ഗവൺമെന്റിന്റെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിലേക്കും, അതുപോലെ ഓരോ വാർഡിലും ഒരു കളിക്കളം വേണം എന്നുള്ളൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്കും ഒരു നാടിന്റെ പോരാട്ടത്തെ ചേർത്ത് വെച്ച് കൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു സന്ദേശമാണ്. പിന്നെ ഡോക്യുമെന്ററിയിലായിട്ട് ഈ സിനിമ അങ്ങനെ പറയുന്നില്ല, ഇതൊരു സിനിമയാവണം എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു ഫസ്റ്റ് സിനിമയാവണം. അതാണ് ഈ സിനിമയുടെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു ഉപദേശക രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ല. അത് 2 മണിക്കൂർ നമുക്ക് എന്റർടൈനിങ് ആയിട്ട്, എൻഗേജിങ് ആയിട്ട്, ഇൻസ്പിറേഷണൽ ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ, ആ സിനിമ ആവുക എന്നുള്ളത് തന്നെയായിരുന്നു ഇത്. പക്ഷെ അതിനകത്ത് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, ഈ ലഹരിക്കെതിരെ മെസ്സേജുകൾ വരെ നമ്മൾ ഉപദേശികം എന്നുള്ള രീതിയിലല്ല, ഒരിക്കലും അത് ഉപദേശിക്കുന്നില്ല. പക്ഷെ നമുക്ക് ചില ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നുള്ളതാണ്. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ലഹരികൾ ലോകത്തുണ്ട്. കാൽപന്ത് ലഹരിയാണ് എന്നുള്ളത് നമ്മൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ചിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. എല്ലാ സെവൻസിന്റെ പോസ്റ്ററുകളിലും നമ്മൾ സൈഡിൽ ചെറുതായിട്ട് കാണുന്ന ഒരു മെസ്സേജാണ് കാൽപന്താണ് ലഹരി എന്ന് പറയുന്നത്. ഇതും ഒരുപാട് ലഹരികളുണ്ട്. യാത്ര ലഹരിയാണ്, വായന ലഹരിയാണ്, ഭക്ഷണ ലഹരിയാണ്, അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ലഹരികളുണ്ട്. യുവത്വം അതിലേക്കൊക്കെ തിരിയട്ടെ എന്നുള്ളതാണ്. നമുക്ക് ആൾട്ടർനേറ്റീവായ ഓപ്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഡ്രഗ്സ് വേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എങ്ങനെ വേണ്ടെന്ന് പറയണമോ എന്നുള്ളതാണ്. അവരുടെ പ്രായം അങ്ങനെയാണ്. അപ്പൊ കുട്ടികൾക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മൾ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് കൊടുക്കണം. അപ്പൊ എന്നാൽ മാത്രമേ ഇത് തൂഫാനാണെങ്കിലും എന്ത് പ്രൊജക്റ്റ് ആണെങ്കിലും അത് വർക്ക്ഔട്ട് ആവുള്ളൂ. അല്ലാതെ നമ്മൾ അവരെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയിട്ട് കാര്യമില്ല, പകരം സാധനങ്ങൾ നമ്മൾ വെച്ചു കൊടുക്കണം അവർ. അപ്പൊ ഈ സിനിമ അർത്ഥത്തിൽ ഉപദേശിക സിനിമയൊന്നുമല്ല, പക്ഷെ സിനിമയിൽ അത്തരം കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പം വാഴയ്ക്കകത്തൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ സ്കൂളിലെ പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഇടുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇപ്പൊ പ്ലേ ഗ്രൗണ്ടിൽ കളിക്കാതെ മാറിയിരിക്കുന്നു. ഓൾസോ അവര് ലഹരിയിലേക്ക് തിരിഞ്ഞു പോകുന്നു, അങ്ങനത്തെ ഓരോ കാര്യങ്ങളിലേക്ക് പോകുന്നു. അപ്പം അത് ശരിക്കും മോശം പ്രവണതയല്ല അവിടെ ഇങ്ങനെ കാണിക്കും, സ്കൂളുകളിലൊക്കെ കാണിക്കുന്നതൊക്കെ. തീർച്ചയായിട്ടും അത് വാഴ സിനിമ വിജയിച്ച് എത്ര കോടി കളക്ട് ചെയ്ത സിനിമയാണ്. അപ്പോൾ അത്തരം നല്ലൊരു ആശയം എടുത്ത് വിജയിപ്പിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. യൂത്ത് വിജയിപ്പിച്ച ഒരു സിനിമയാണ് വാഴ എന്ന് പറയുന്നത്. കാരണം വാഴക്കകത്ത് വളരെ പച്ചക്ക് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ സാധനം പിന്നെ തൂക്കിയിട്ടിട്ട് നടക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പച്ചക്ക് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്ന ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുമ്പോൾ അത് നല്ലൊരു മെസ്സേജ് ജനങ്ങൾ ഏറ്റെടുക്കുന്നുള്ളതാണ്. അത് പറയുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലഹരി ഉപയോഗിക്കുന്ന ഒരാളോട് ഉപദേശിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വെറുപ്പുളവാകുന്ന ഒരു കാര്യമാണ്. പക്ഷെ യൂത്ത് ആ സിനിമ ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ നല്ല കാര്യങ്ങൾക്ക് ഇപ്പോഴും സ്വീകാര്യതയുണ്ട്, പക്ഷെ പറയുന്ന പോലെ പറയണം. അതുകൊണ്ടാണ് നമ്മളൊരു കഥ പറച്ചിലൂടെ ഈ സിനിമ പറഞ്ഞു വെച്ചിട്ടുള്ളത്. വാഴന്റെ ഒരു മറ്റൊരു വെർഷനാണ് ഗോളാഗോളം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
സിനിമ തിയേറ്ററിൽ കാണാം. ഡയറക്ടറോട് തന്നെ സാർ ഇതിന്റെ സ്ക്രിപ്റ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലെവലിൽ ഇപ്പോൾ നമ്മുടെ ഒറിജിനൽ ഒരു പ്ലെയർ വന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ നമ്മുടെ രണ്ടുപേര് ഇൻഫ്ലുവൻസേഴ്സ് ആയ രണ്ടുപേര്. അപ്പോൾ ഇവരെ രണ്ടുപേരും സിനിമയിൽ ഈ ഒരു മൂവിയിലോട്ട് വന്നതിന് ശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ഒറിജിനൽ പ്ലെയർ വന്നു അപ്പോൾ എന്തെങ്കിലും ഇതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടായിരുന്നോ? ഒറിജിനൽ പ്ലെയർ ഇതിനകത്ത് വേണമെന്നുള്ളത് സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഗിമ്മിക്ക് കൊണ്ട് നമുക്ക് ഒരു ഇന്റർനാഷണൽ മാച്ച് ഒന്നും കളിക്കാൻ പറ്റില്ല. അത് നമ്മൾ പല സിനിമകളും മലയാള സിനിമകൾ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റാറുകളൊക്കെ കളിക്കുമ്പോൾ നമുക്ക് തന്നെ അത് മനസ്സിലാവും. അത് പന്ത് തട്ടുന്ന കണ്ടാൽ അറിയോ പന്ത് കളിക്കാൻ അറിയോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ കാസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റി എന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ സോഷ്യൽ മീഡിയ താരങ്ങൾ വരുമ്പോൾ അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞിട്ടുള്ളതാണ്, അവര് സോഷ്യൽ മീഡിയയിൽ ഓരോ ക്യാരക്ടറുകൾ അവതരിപ്പിക്കുന്നതാണ്. അത് ഫെമിലിയർ ആണ്, അത് ജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളതാണ്. പക്ഷെ ആ ഒരു ചായ്വോ അല്ലെങ്കിൽ അതിന്റെ സ്വഭാവങ്ങളൊന്നും ഇതിനകത്ത് വരാൻ പാടില്ല. പിന്നെ അവർക്ക് നാളെ പോയിട്ട് ഇന്ന് ഷൂട്ട് കഴിഞ്ഞ് നാളെ പോയിട്ട് വീണ്ടും ആ റീല് ചെയ്യേണ്ടതാണ്. ഞാൻ അനുഭവിച്ച ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതല്ലെങ്കിൽ പിന്നെ അവരെ അപ്പിയറൻസിൽ നമുക്ക് മാറ്റണമെന്നുണ്ടായിരുന്നു. പക്ഷെ കാരണം അവർക്ക് ഒരു പുതിയ ക്യാരക്ടർ, ഒരു പുതിയ ബോഡി ലാംഗ്വേജ് കൊടുക്കാം, പക്ഷെ അപ്പിയറൻസിൽ മാറ്റാൻ പറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം അവർ നാളെ കൊണ്ട് വീണ്ടും റീൽ ചെയ്യുന്ന ആളുകളാണ്. അവർ മുഴുനീള ഫിലിമിലേക്ക് വരുമ്പോൾ നമുക്ക് അവരെ ഒരു പിന്നെ പെർഫെക്റ്റ് കാസ്റ്റിംഗിലേക്ക് മാറ്റാൻ കഴിയും. ഇത് അവരിപ്പോ ഫിലിമിലുള്ള പോലെ തന്നെയാണ്, അവർ റിയൽ ലൈഫിലുള്ള പോലെ തന്നെയാണ് സിനിമക്കകത്തും. പക്ഷെ ക്യാരക്ടറൈസേഷൻ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഡയലോഗ് ഡെലിവറിയിലാണെങ്കിലും അവരെ ആറ്റിറ്റ്യൂഡിലാണെങ്കിലും ഒക്കെ മാറ്റിയിട്ടുണ്ട്. അതില് ലാല തമാശക്കാരനാണ്, പക്ഷെ ലാല ഇതിനകത്ത് അങ്ങനെ തമാശയല്ല. ലാല കുറച്ച് സീരിയസ് ആണ്. കുഞ്ഞാപ്പൂന് കുറച്ച് തമാശകളുണ്ട്, പക്ഷെ കുഞ്ഞാപ്പൂ ലാസ്റ്റ് ഇമോഷണൽ ആക്കുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഇന്നലെ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഒരു കയ്യടി കിട്ടിയ കൂട്ടത്തിൽപ്പെട്ട ഒരാള് കുഞ്ഞാപ്പുവാണ്, ഷിഫുവാണ്. അപ്പോ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരോടാണ് അപ്പോൾ ഒരു സാറ് പറഞ്ഞു അതിനനുസരിച്ച് സാധാരണ നിങ്ങളുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ എഴുതി നിങ്ങൾ തന്നെ ഡയറക്ഷൻ എല്ലാ കാര്യങ്ങളുമാണ്. ഇപ്പൊ ഇവിടെ ഒരു ഡയറക്ടറുടെ കീഴിൽ വന്ന അല്ലെങ്കിൽ ഡയറക്ടർ എഴുതിയതിനനുസരിച്ച് മാറുമ്പോൾ എത്രത്തോളം അത് നിങ്ങൾക്ക് വിജയിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് വിശ്വസിക്കുന്നത്? അത് ഞങ്ങളോട് ആദ്യം പറഞ്ഞത് അതാണ്, ഈ കോയും കുഞ്ഞാപ്പ് എന്നുള്ള കഥാപാത്രം വീട്ടിൽ വെച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അതിൽ വന്നിട്ട് ആ സാധനം നടക്കില്ല. അത് റീല് വേറെ സിനിമ വേറെ. സിനിമയിൽ മീറ്റർ നമ്മൾ നല്ലോണം കുറക്കണം, റീലത്തെ മീറ്ററോട് ഇടാൻ പറ്റില്ല. അപ്പോ അതിന് തന്നെ അത് ഞങ്ങളോട് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് നിങ്ങളെ മൂന്നാമത്തെ സിനിമ ആയതുകൊണ്ട് കുറച്ചൊക്കെ ഒരു പിടുത്തം ഉണ്ടായിരുന്നു എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോ അത്ര വലിയൊരു പ്രശ്നം വന്നിട്ടില്ല. സെറ്റായിരുന്നു. കുഞ്ഞാപ്പൂ ഇപ്പോ ചോദിച്ച ചോദ്യത്തിൽ ഫസ്റ്റ് നിങ്ങൾ തന്നെയാണ് കണ്ടന്റ് എഴുതി നിങ്ങൾ തന്നെ ചെയ്യുന്നോണ്ട് നിങ്ങൾക്ക് ഇതിൽ മാറ്റം. ഞങ്ങളെ എഴുതലൊന്നുമില്ല, ഞങ്ങളെ സ്പോട്ട് കണ്ടന്റ് ആണ് രണ്ടാളും ചെയ്യാറുള്ളത്. അപ്പോ ഈ പടത്തില് ഡയറക്ടർ എന്താണോ ഉദ്ദേശിച്ചത് അതിന്റെ സാഹചര്യം ഒത്തിട്ടുള്ള ഓരോ ഡയലോഗ്സും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് ഇതിൽ തന്നത്. എടുത്തു പറയുന്നത് മാക്സിമം ഞങ്ങൾ ഇതിൽ മുതലാക്കിയിട്ടുണ്ട് ഡയറക്ടർ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളുടെ കയ്യിൽ എന്തൊക്കെയുള്ളത് എന്നുള്ളത് എല്ലാ വ്യക്തിയിലും മൂപ്പയ്ക്ക് അറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പടത്തില് വേറൊരു തന്തിമോനല്ലാത്തൊരു രീതിക്ക് ഞങ്ങൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ഇല്ല, കാരണം ഇത് ഡെയിലി പ്രാക്ടീസ് ആവുന്നതുകൊണ്ട് ഞങ്ങൾ ഈ 1.5 മിനിറ്റിന്റെ റീലിന്റെ ഉള്ളില് പല കാര്യങ്ങളും ഞങ്ങൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. കോമഡി ആണെങ്കിലും സെന്റിമെന്റ് ആണെങ്കിലും എല്ലാം. അപ്പൊ ഈ പടത്തിലും എങ്ങനെയൊക്കെ മൂപ്പര് ഉദ്ദേശിച്ച പോലെ ഞങ്ങളെ കൊണ്ടും ആ സെന്റിമെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതൊക്കെ നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങൾ ആദ്യം പടം തിയേറ്ററിൽ പോയിട്ട് ഒന്ന് വാച്ച് ചെയ്യാം. ജൂലൈ 3-ാം തീയതി റിവ്യൂ കഴിഞ്ഞപ്പോഴേ കണ്ടവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഷിക്കു മൊത്തത്തിൽ കരയിപ്പിച്ചു എന്നൊരു സീനില് ലാസ്റ്റ് ക്ലൈമാക്സ് വന്നപ്പോ അപ്പൊ കഥാപാത്രമായിട്ട് ജീവിക്കുകയായിരുന്നു തോന്നിയായിരുന്നു എന്ന് പറഞ്ഞു. കൂടുതലായിട്ട് അഭിനയിക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ എന്ത് തോന്നി ശരിക്കും? സന്തോഷം തോന്നി. കാരണം ആദ്യമായിട്ടാണ് ഒരു സിനിമ ഇന്റെ തല ഇങ്ങനെ ഇരുന്ന് കാണുമ്പോ അതിലൊരു കയ്യടി വരില്ലേ തിയേറ്ററിന്. സത്യം. കാരണം നമ്മളൊക്കെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് എങ്ങനെയൊക്കെ ഒന്ന് സിനിമയിൽ കയറി പറ്റി നമ്മളെ കഴിവുകൾ എന്താന്നുള്ളത് പ്രേക്ഷകരെ കാണിപ്പിക്കാന്നുള്ളത് ഒരു ചെറുപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോ ഈ പടത്തില് അങ്ങനെ എനിക്ക് മാത്രമല്ല ഈ ലാലയ്ക്കൊക്കെ സെന്റിമെന്റ് സാധനങ്ങളൊക്കെ ഉണ്ട്.
അവസാനമായിട്ട് അതില് ഒരു ഡയലോഗ് പറഞ്ഞപ്പോ ഒരു സങ്കടം വന്നു, എനിക്കും വന്നു. താങ്ക് യു. അതിന് ജുനൈസ് ഖാനോടാണ് നന്ദി പറയേണ്ടത്. താങ്ക് യു വെരി മച്ച്. അതേപോലെ നിങ്ങളുടെ ഇപ്പൊ നിങ്ങൾ വ്ലോഗ് ചെയ്യുന്ന കുഞ്ഞാപ്പു കോയ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും വേണമെങ്കിൽ ഒരു സിനിമയ്ക്കുള്ള ഒരു സ്കോപ്പ് ഉള്ള ഒരു 2 കഥാപാത്രങ്ങളാണ്. അത് ഇപ്പൊ അടുത്ത് വാഴ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോ ഞങ്ങൾ ആദ്യം സംസാരിച്ച ഒരു വർത്താനായിരുന്നു, അതിലേതെങ്കിലും ഒരു തന്തി മോനായിട്ട് നമ്മള് രണ്ടാളുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കടാ. വാഴ വണ്ണം ഇറങ്ങിയപ്പോ അത് ഈ കൊമ്പങ്കാട് തറവാട്ട് എന്നുള്ളത് ഒരു റീലായിട്ട് തന്നെ പോട്ടെ, കാരണം അത് സിനിമ ആക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ അതോടുകൂടി തീരും. ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു ഇത് തന്നെ അങ്ങനെ ഒരു വേഷം ചെയ്യാൻ താല്പര്യമുണ്ട്. വയസ്സായിട്ട് തന്തി മോനായിട്ടൊരു വേഷം ചെയ്യാൻ നല്ല താല്പര്യമുണ്ട്. പ്രായമുള്ള ഒരാളെ വേഷം ചെയ്യാൻ സിനിമയിൽ അവസരം കിട്ടിയ സ്പോട്ടിൽ ഞാൻ പോകും. ഹീറോയിനാണ് ആദ്യത്തെ സിനിമയാണ് മലയാളത്തിൽ ചെയ്യുന്നത്. അല്ലല്ല, എന്റെ 6th മൂവിയാണ്. അതെ അതെ. ഇപ്പൊ ഒരു സീരിയൽ ചെയ്തോണ്ടിരുന്നത്. അപ്പം ഇപ്പൊ എപ്പോഴും കേൾക്കുന്ന ഒരു ഇതാണ്, മിനി സ്ക്രീൻ ഉള്ളവർക്ക് ബിഗ് സ്ക്രീനിലേക്ക് ചാൻസസ് വളരെ കുറവാണ് കിട്ടുന്നത്. അവര് സ്ട്രഗ്ലിംഗ് ആണ്. അപ്പൊ അവർ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണെന്ന് പറഞ്ഞാൽ പോലും അവര് ഫേസ് ചെയ്യുന്ന ഒരു സ്ട്രഗ്ലിംഗ് ഉണ്ട്. അല്ലെങ്കിൽ പലപ്പോഴും വരുന്ന ഓവർ ആക്ടിങ് ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ അവര് ചെയ്യുന്ന രീതി ശരിയല്ല. അപ്പൊ എല്ലാവരും ആക്ടിങ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? പൊതുവെ എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, കുറച്ചൊക്കെ സത്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം മിനി സ്ക്രീൻ ആണെങ്കിലും ബിഗ് സ്ക്രീൻ ആണെങ്കിലും നല്ല റോളാണ്, ലീഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പെർഫോമൻസ് ചെയ്യാനുള്ള ഏരിയാസ് അതിലുണ്ട് എങ്കിൽ ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. കാശി, ഇപ്പം ഇതിനകത്ത് ഒരു സിനിമയിൽ തന്നെ ഒരുപാട് രംഗങ്ങളിൽ ഇപ്പം ഒരു ഫുട്ബോളറിൽ നമ്മളിപ്പോ ഒരു കഥാപാത്രമായി ചെയ്യുമ്പോൾ ഓൾറെഡി സ്പോർട്സ്മാനും കൂടിയാണ്. അപ്പൊ ഒരു കഥാപാത്രമായി ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സ്ട്രെയിൻ ഉണ്ട്. ചിലപ്പോൾ അറിയാത്ത പോലെ നിൽക്കണം, പിന്നെ അറിയുന്ന പോലെ ചെയ്യണം. ഭയങ്കര ഫ്രീ സ്റ്റൈൽ ചെയ്യുന്ന ഒരുപാട് മൂവ്മെന്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ കൈകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതും ഫുള്ള് റൊട്ടേറ്റ് ചെയ്യുന്നതും. അപ്പം കാണുന്ന പ്രേക്ഷകനും അപ്പൊ തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റും. എത്രത്തോളം അതിന് അഡിക്റ്റഡ് ആണ്, എത്രത്തോളം അതിന് ആത്മാർത്ഥതയോടെ ചെയ്യുന്നത്, എത്രത്തോളം അതിന് എന്താ പറയാ അറിഞ്ഞ് ആത്മാർത്ഥത ചെയ്യുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് പ്രേക്ഷകനും കിട്ടുന്നുണ്ട് ആ മൂവ്മെന്റുകൾ ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഇങ്ങനത്തെ സ്പോർട്സ് സിനിമകൾ ചെയ്യാനായിട്ട് എത്രത്തോളം, അല്ലെങ്കിൽ എങ്ങനത്തെ ടൈപ്പ് കഥാപാത്രം ചെയ്യാനാണ് താല്പര്യം? ഇത് സത്യം പറഞ്ഞാൽ എന്റെ 2ാമത്തെ സ്പോർട്സ് മൂവിയാണ്. ഞാൻ ഏറ്റവും ആദ്യം ചെയ്ത സിനിമ എന്ന് പറയുന്നത്, ഏറ്റവും ആദ്യം ചെയ്ത സിനിമയും അതും സ്പോർട്സ് ചെയ്യുന്നത് ആനപ്പറമ്പിലെ വേൾഡ് കപ്പ് പറഞ്ഞിട്ടാണ്. അതിൽ 7 ചെറിയ കുട്ടികളെ കഥാപാത്രത്തിൽ ഏറ്റവും മുൻഗണനയിൽ നിൽക്കുന്ന കുട്ടികളെ കഥാപാത്രത്തിൽ ഒരാൾ ഞാനായിരുന്നു. സ്പോർട്സ് എന്ന് പറയുന്നത് അന്നും ഇന്നൊക്കെ ഞാൻ ചെറുപ്പം മുതലേ കളിച്ചു വന്ന സാധനമാണ്. പറയുകയാണെങ്കിൽ എന്റെ അമ്മ ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. അമ്മയ്ക്ക് പിന്നെ അന്നത്തെ കാലത്ത് ഒരു ഓർത്തഡോക്സി പരിപാടി ആയതുകൊണ്ട് തന്നെ പിന്നെ ഒരു സ്റ്റേറ്റ് ലെവലിലേക്കൊക്കെ കിട്ടിയിട്ട് അമ്മ പോവാതെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ ചെറുപ്പം മുതലേ ഈ ഫുട്ബോളിനോട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ പന്ത് തട്ടുന്നതിന്റെ കൂടെ നമ്മളതിൽ കുറച്ച് സ്കിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ആൾക്കാരെ കാണിക്കാൻ പറ്റിയ സാധനമാണ്. ഞാനൊരു കളിക്കാരനാണെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ഇരിക്കുന്നതും ഈ ഒരു ബോൾ എടുത്ത് എനിക്ക് 2 സ്കില്ലുകളെ കാണിച്ചു തരാൻ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് ലൈവ് ക്യാരക്ടേഴ്സ് ആണ്. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ലൈവ് അല്ല, ഞാൻ എന്റെ ഒരു കുറച്ചൊക്കെ അച്ചടൊക്കെ കയറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ശരിക്കും ഇങ്ങനത്തെ ഒരാളേ അല്ല. ഞാൻ പറയുമ്പോ അങ്ങനെയൊക്കെ പറയും. അപ്പൊ അത്രയും ലൈവായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ ചെയ്തു വന്നതും അങ്ങനെ തന്നെ. അഭിലാഷത്തിലായാലും ഞാൻ അടുപ്പ് എന്ന് പറഞ്ഞൊരു വെബ് സീരീസിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിലൊക്കെ കുറച്ചുകൂടി ലൈവായിട്ട് കുറച്ച് ഫണ്ണായിട്ടുള്ള പരിപാടിയാണ് പിടിച്ചത്. പക്ഷെ ഇതിന്റെ അകത്ത് ജുനൈസ് കുറച്ചും കൂടി ഒരു പിടുത്തം തന്നിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ലൈവായിട്ട് നല്ല കൂടെ നല്ല എനർജി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം. പക്ഷെ ഏത് ക്യാരക്ടറും ചെയ്യാൻ തയ്യാറാണ്. കാശി, അപ്പൊ ഇപ്പൊ പൊതുവെ സിനിമകളിലൊക്കെ ഈ ഫുട്ബോൾ റിലേറ്റഡ് അല്ലെങ്കിൽ ഹീറോ മെയിൻ ആക്ടേഴ്സ് ഫുട്ബോൾ കളിക്കുന്ന സീനൊക്കെ കാണിക്കുമ്പോൾ അധികം കൂടുതൽ മാസ് എലമെന്റ് ഒക്കെ കയറ്റിയിട്ട് കുറച്ച് ഗുമ്മില് പറഞ്ഞടിക്കുക അങ്ങനത്തെ സീൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ റിയൽ ആയിട്ട് സ്റ്റോറി ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത ഒരു സ്പോർട്സ് മൂവി ആയിട്ട് കണക്കാക്കാം. അപ്പൊ ഇങ്ങനത്തെ ഈ മൂവിയും അല്ലെങ്കിൽ അത് ആസ് എ പ്ലെയർ അത് അങ്ങനത്തെ സീൻസ് ഒക്കെ കാണുമ്പോൾ എന്ത് തോന്നാറുണ്ട്? ഇതിൽ എത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റി? അങ്ങനെ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ ലാലേട്ടൻ ഫുട്ബോൾ കളിക്കുന്നത് നമ്മളെല്ലാരും കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ജയസൂര്യ ചേട്ടൻ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതേപോലെ തന്നെ അറിയുന്ന ഒരാൾ ചെയ്യുമ്പോൾ എനിക്കൊന്ന് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിരുന്നു. അതേപോലെ തന്നെ ഓരോ ആക്ട് ചെയ്യുന്നുണ്ട്, ഞാനും ആക്ട് ചെയ്യുന്നുണ്ട്, അതിനും വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഓരോന്നിനും ഓരോ ആൾക്കാര് ഓരോ നിൽക്കുന്ന ഒരു പീക്ക് ആക്ടിങ് വൈസ് ആയാലും സ്പോർട്സ് വൈസ് ആയാലും ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലുള്ള കഴിവുകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം
അങ്ങനെ തന്നെ ഞാൻ കാണുന്നുള്ളൂ. അതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് തന്നെ ഞാൻ കാണുന്നുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അവരൊക്കെ നമുക്ക് പഠിക്കാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഹീറോ ക്യാരക്ടർ ഉണ്ട് ചെയ്യുന്നത് തന്നെ. അപ്പൊ ഒരു സമയത്ത് ഒരു നാട്ടുപുറത്തെ ഒരു പയ്യൻ അല്ലെ എല്ലാവർക്കും ഓടിയെത്തുന്ന ഒരു പയ്യൻ ഇപ്പൊ രക്ഷാധികാരി വൈദ്യുണ്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. അതായത് നമുക്കെല്ലാം കൊതി പോകുന്നൊരു ജീവിതം, നാട്ടിൽ തന്നെ ജീവിക്കുക, അമ്മയുടെ അച്ഛനെ കൊടുക്കെ ജീവിച്ച് സമാധാനത്തോടെ ജീവിതം. അപ്പൊ ഈ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ എത്രത്തോളം സന്തോഷമുണ്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്? അത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അങ്ങനെ ഒരു നന്മ മാത്രം വിതറുന്ന ആ ഒരു പേഴ്സൺ, നല്ല ഒരു പോസിറ്റീവ് വൈബായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് തന്നെ. അത് ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു ക്യാരക്ടറായിരുന്നു. അഖിലിന് ഈ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോ ഈ ചിത്രം ചെയ്യണം എന്ന് തോന്നാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്? പ്രധാന കാരണം കോച്ച് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്, ഒരു ഫുട്ബോൾ കോച്ചായിട്ട് ചെയ്യുന്നത്. അത് അതിലേക്ക് അട്രാക്ട് ചെയ്ത ഒരു ഫസ്റ്റ് ഇതായിരുന്നു. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുള്ള കുറച്ച് വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്നു അതില്. അപ്പൊ അതൊരു അട്രാക്റ്റീവ് പോലെയായിരുന്നു. പിന്നെ നമുക്ക് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യാന്നുള്ളു. നമുക്ക് കിട്ടുന്ന എല്ലാം സെയിം പരിപാടികൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് വരുമ്പോൾ നമുക്കതൊരു ചലഞ്ചിങ് ആണ്. പിന്നെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, വേറെ കാര്യങ്ങൾ അറിയാവുന്ന ഒരു പരിപാടികളൊക്കെ വരും. ഞാൻ കഴിഞ്ഞൊരു പടത്തില് ഞാൻ ഇതുപോലെ ഒരു അങ്ങനെ ഒരു പള്ളിയിലൊരു മുസ്ലിം ക്യാരക്ടറാണ് ചെയ്തിരുന്നത്. അപ്പൊ അതിലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. ബാങ്ക് വിളിക്കുന്നതും അങ്ങനെ കുറെ സംഭവങ്ങൾ. അപ്പൊ ഇതിലും അതുപോലെ തന്നെ നമ്മൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുക ത്രൂ ഔട്ട്. സ്റ്റൺസ് ഒക്കെ ഒത്തിരി ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇതിനകത്ത് ആദ്യം പറഞ്ഞപ്പോ ചോദിച്ചോ ഇതിനകത്ത് ഇടിയുണ്ടോ ചോദിച്ചോ? ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചോദിക്കാറില്ല. നമുക്ക് കഥ ഇഷ്ടപ്പെടുന്നു, നമ്മൾ പോയി ചെയ്യുന്നു. പിന്നെ അതിൽ വരുന്ന എന്തുമായാലും നമ്മൾ ചെയ്യുക, അറിഞ്ഞങ്ങൾ ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ഇതില് ചെറിയൊരു സ്റ്റണ്ട് പരിപാടിയൊക്കെ ആയിരുന്നുള്ളൂ. ഹലോ ഹീറോടാ. അപ്പോ ചേട്ടന്റെ നേരത്തെ പടം ന്യൂജൻ വിശേഷങ്ങൾ കൂടെ പറഞ്ഞ കണ്ടത്. അപ്പൊ ആ സിനിമയിൽ നിന്നും ഈ സിനിമയിലേക്ക് എത്തുമ്പോ എന്തോരം ഹോംവർക്ക് ഉണ്ട്? ആ സിനിമ എന്റെ തുടക്ക കാലഘട്ടത്തിൽ ഒരു സിനിമയായിരുന്നു, ന്യൂജൻ വിശേഷങ്ങൾ എന്ന് പറഞ്ഞത്. അത് എനിക്ക് തോന്നുന്നു 2018-19 ആ ടൈമിലങ്ങനെ റിലീസായി പോയത്. ഇപ്പോ ആ ഒരു പടത്തിൽ നിന്ന് ഈ ഒരു പടം വരെ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് ചേഞ്ചസ് എനിക്ക് വന്നിട്ട് തന്നെ എനിക്ക് സെൽഫായിട്ട് അത് അനലൈസ് ചെയ്താൽ മനസ്സിലാവും. ശരിക്കും ഒരു ഫുട്ബോള് പ്ലെയർ ആണോ ചേട്ടൻ? ഒരു ഒരുപാട് പ്ലേ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഫുട്ബോള് നല്ല പരിശീലന കോച്ചൊക്കെ. ഞാൻ ആക്ച്വലി എന്റെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് ആ 10ാം ക്ലാസ്സോടുകൂടി ഈ ഫുട്ബോൾ ക്രിക്കറ്റ് പരിപാടികളൊക്കെ നിർത്തിയതാണ്. പിന്നെ ഞാൻ പഠിപ്പിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു. പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. സാർ ഈ പടത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് പുതുമുഖങ്ങൾ വരുന്നുണ്ട് ക്യാരക്ടർ റോൾസിലേക്ക്. അപ്പൊ അതെങ്ങനെയാണ് സോർട്ട് ചെയ്യാൻ പറ്റിയത് ഈ പടത്തില്? അല്ല, കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പുതുമുഖങ്ങൾ വെച്ച് ചെയ്യാനുള്ള? നായകനൊക്കെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ പുതുമുഖങ്ങൾ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഒരുപാട് വീട്ടുകാരാണെങ്കിലും നാട്ടുകാരായിട്ടാണെങ്കിലും ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഡയലോഗ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു വ്യത്യാസം എന്താണ്? സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആളുകൾ അവര് റീലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അവർക്ക് ഇത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം തന്നെയായിരുന്നു അവരിൽ ഉണ്ടായിരുന്നത്. അപ്പൊ റീല് ചെയ്യുന്ന ആൾക്കാരെ സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആൾക്കാര് എന്ത് പറയുന്നൊരു തോന്നലുണ്ടാവില്ലേ? അങ്ങനെയില്ല. അവർക്കൊരു ഓഡിയൻസ് ഉണ്ടല്ലോ. ആ ഓഡിയൻസിനെ കൂടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ സിനിമ ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പൊ അതൊരു സിനിമയുടെ വിജയത്തിന്റെ കൂടി ഇതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ അവർക്ക് കഴിയും എന്നുള്ളതും അവരുടെ വിശ്വാസം. അവരുടെ പോപ്പുലാരിറ്റി മാത്രമല്ല, അവരുടെ കഴിവും ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളത് വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. ഏതുതരം ഓഡിയൻസിലേക്ക് ഈ പടത്തിലേക്ക് കയറാനാണ് സാറിന് താല്പര്യം? ഈ സിനിമ എല്ലാ നാട്ടുകാർക്കും കണക്ട് ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഗ്രൗണ്ട്, കളികള്, പ്രണയം, ഇമോഷൻസ്, ലൈഫ്, ഇതൊക്കെ എല്ലാവർക്കും കണക്ട് ആവുന്ന കാര്യങ്ങളാണ്. നമ്മളത് ഭാഷ, ദേശങ്ങൾക്ക് അതീതമായിട്ട് കണക്ട് ആവുന്ന ഒരു സബ്ജക്ട് തന്നെയാണ്. അപ്പോ എല്ലാ തരം പ്രേക്ഷകർക്കും വേണ്ട ആവശ്യങ്ങൾ ഇതിനകത്തുണ്ട്. എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട് ആവശ്യം. നിങ്ങൾ മറ്റേ ആക്ഷൻ
അത് വേണ്ട, അത് പറഞ്ഞാൽ പോലെ അതങ്ങനെ ഒരു കഥാപാത്രം നമ്മളൊരാളെ വിചാരിച്ചിട്ട് ചെയ്തതല്ല, പക്ഷെ പിന്നെ ഒരാളങ്ങനെ കൊണ്ടുവരേണ്ടി വന്നു. അത് കൊടുക്കുന്നത് നമ്മളെ തസ്നീഖാനാണ്, സൈന എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അത് കോയാക്ക ഒരു വേറെ ഒരു പുരുഷം അറിയാത്തൊരു സെറ്റപ്പ്, അതാണ് അതിലുള്ളൊരു സംഭവം. സൈന എന്ന് പറഞ്ഞ കഥാപാത്രം നമ്മളെ തസ്നീഖാൻ. കാശി നമുക്കൊണ്ടൊരു ഫ്രീ സ്റ്റൈൽ ചെയ്യാൻ പറ്റും ഇവിടെ ഇപ്പൊ? അടിപൊളി. കഴിഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് 300 crores ഒക്കെയാണ് സ്പോർട്സ് ഇൻവെസ്റ്റ് ചെയ്തത്. അത് വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല, വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്, കാരണം അത്ര ഡെവലപ്മെന്റ്സ് കണ്ടിട്ടില്ല. ഈ ഗവൺമെന്റിലും 50 crores ഒരു പ്രൊജക്ട് കണ്ടു. അത് വരട്ടെ, നാട്ടില് മുന്നേറ്റങ്ങൾ ഉണ്ടാവട്ടെ. ഇത് എത്ര കളക്ട് ചെയ്താൽ പറഞ്ഞത്, ഇത് ഒരു 5 സെന്റിലെ ഗ്രൗണ്ടിന്റെ എമൗണ്ട് ആണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ 5 സെന്റ് ഗ്രൗണ്ട്, 7 സെന്റേതാണെങ്കിൽ 7 സെന്റേത്, അല്ലെങ്കിൽ 11 സെന്റേതാണെങ്കിൽ 11 അതിന്റെ ഫിഫ സ്റ്റാൻഡിലേക്ക് പറ്റുമെങ്കിൽ നമുക്ക് അങ്ങനെയാണ്. അപ്പൊ ഇത് കളക്ട് ചെയ്തിട്ടില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മൾ ഹാപ്പിയാണ്. കാരണം നമുക്ക് ഒരു ഇനീഷ്യേഷൻ എടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഇതിന്റെ പ്രഥമമായ കാരണം. നമ്മൾ പൊരുതി കളിക്കുക എന്നുള്ളതാണ്. ആ പൊരുതല് സിനിമയുടെ ഭാഗങ്ങളിലെ എല്ലാ അതിന്റെ സ്ക്രിപ്റ്റിംഗ് മുതൽ ഇതിപ്പോ ഇന്നലെ ക്യൂബില് അതിന്റെ ഷോ അപ്ലോഡ് ചെയ്യുന്നത് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊരു ഭയങ്കര ടാസ്ക് തന്നെയാണ്. ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കുക എന്ന് പറയുന്നത് അതൊരു ടാസ്ക്കാണ്. അത് സിനിമയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അതിൽ വിജയിക്കാൻ പറ്റി എങ്കിൽ മറ്റതിലും വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രബുദ്ധരായ കേരള സമൂഹത്തിലാണ് വിശ്വാസം. നമ്മള് എല്ലാ കാര്യങ്ങളിലും ഒന്നിച്ചു നിന്നിട്ടുണ്ട്. പ്രളയം വന്നപ്പോ, കൊറോണ വന്നപ്പോ, ഏറ്റവും ഒടുവിൽ അബ്ദുറഹീമിന്റെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി വരെ നമ്മൾ ഒന്നിച്ചു നിന്നിട്ടുണ്ട്. അങ്ങനെ ചികിത്സകൾക്ക് വേണ്ടി നമ്മൾ ഒന്നിച്ചു നിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ മാനസികമായ കാര്യങ്ങൾക്കോ ഇതിനൊന്നല്ല, അതിന്റെ അപ്പുറത്തേക്ക് നമ്മളുടെ ഫിസിക്കലായിട്ടുള്ള കുട്ടികൾക്ക് ഒരു ഓപ്ഷൻസ് വെച്ച് കൊടുക്കുക, ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ലഹരി വേണ്ട എന്ന് പറയുമ്പോൾ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള മുന്നേറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് കൂടി നമ്മൾ വെച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ഇങ്ങനൊരു സിനിമ വേണ്ടി മുന്നോട്ട് വരാൻ കാരണം. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും എല്ലാ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒക്കെ പിന്തുണ ഉണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. ഇതല്ലെങ്കിലും ഇതൊന്നും നേടുന്നില്ലെങ്കിലും നമ്മൾ ഹാപ്പിയാണ്. കാരണം നമ്മൾ പൊരുതി കളിക്കുക എന്നുള്ളതാണ് പ്രധാനം. ആ പൊരുതലാണ് ഈ ബോളോ. തീർച്ചയായിട്ടും നമ്മൾ ആഘോഷങ്ങളും ആവേശങ്ങളും പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ആണ്. നമ്മൾ ആവേശങ്ങൾ ഇന്റർനാഷണൽ ആണ്. ലോകത്തെ ഏറ്റവും വലിയ ഫ്ലെക്സ്, ലോകത്തെ ഏറ്റവും വലിയ കട്ടൗട്ടുകൾ ഒക്കെ നമ്മളാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ആഘോഷങ്ങളും ആവേശങ്ങളും മാത്രം മതിയോ? നമുക്ക് ആക്ഷൻസ് വേണ്ടേ? നമ്മളെ കുട്ടികളും നാളെ ലോകത്തിൽ കളിക്കണ്ടേ എന്നുള്ളതൊക്കെയാണ് സിനിമ മുന്നോട്ട് വെക്കുന്നത്. സിനിമ അതിനും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് സിനിമ സ്ക്രീനിലല്ല ക്ലൈമാക്സ്, സിനിമയുടെ ക്ലൈമാക്സ് റിയൽ ലൈഫിലാണ്. അതങ്ങനെ സംഭവിക്കട്ടെ എന്നുള്ളതാണ്. അങ്ങനെ ആണെങ്കിൽ അതൊരു ചരിത്രമാകും. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ ചരിത്രമാകും. പിന്നീ പ്രവർത്തിച്ചത് മാത്രമല്ല, ഈ സിനിമ കണ്ടവരൊക്കെ ആ ചരിത്രത്തിന്റെ ഭാഗമാണ്. ആലിയ അഖിൽ ബ്രോ, ഞങ്ങള് ഈ സിനിമ പ്രീ ഷോ കണ്ട ആൾക്കാരാണ്, മീഡിയക്കാര്. നല്ല മനോഹരമായിട്ടുള്ള സിനിമ. അപ്പം ഈ സിനിമ ജനങ്ങള് ജൂലൈ 3-ാം തീയതി ജനങ്ങൾ എന്തായാലും ഏറ്റെടുക്കുന്ന കാര്യം ഉറപ്പാണ്. അവരുടെ മനസ്സിൽ ഒരു വിങ്ങല് ഉണ്ടാവും ക്ലൈമാക്സില്. അങ്ങനെയാണെങ്കിൽ അന്യഭാഷ സിനിമകളിൽ അഭിനയിക്കാൻ നിങ്ങൾ പോകും? ഇപ്പൊ പോയെന്ന് വിചാരിച്ചത് മലയാളത്തില് ഒരുപാട് സിനിമകൾ നിങ്ങൾ രണ്ടുപേരും ചെയ്യണമെന്നാണ് ആഗ്രഹം. കാരണം ഇതിലെ ലവ് സ്റ്റോറി അതിമനോഹരമാണ്. അതിലെ പാട്ടുകളാണെങ്കിലും ഗോപി സുന്ദർ അല്ലേ ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ജൂലൈ 3-ാം തീയതി അല്ലേ? ജൂലൈ 3-ാം തീയതി. ഇപ്പൊ നമ്മുടെ ഈ PT പീരീഡില് കണക്ക് മാഷ് കയറി വരുന്ന ഒരു പ്രവണത നമ്മള് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്.
അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇപ്പം നമുക്ക് ഇങ്ങനെ കളിക്കാൻ സ്ഥലമില്ല. അപ്പൊ ഇതൊക്കെ സ്കൂളിൽ തന്നെ തുടങ്ങേണ്ടതല്ലേ ഇതിന്റെ ഒക്കെ ഒരു സംഭവം? തീർച്ചയായിട്ടും അത് സ്കൂൾ ഗവൺമെന്റ് അഡ്രസ് ചെയ്ത എല്ലാ കാര്യങ്ങളും. അപ്പോൾ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. നമ്മള് തിരിച്ച് കുട്ടികൾ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാല് ഇപ്പൊ ഈ പറഞ്ഞ പോലെ മാത്സിന്റെ പീരീഡിൽ PT പോകണം എന്നാണ് കുട്ടികൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. ബാലൻസ് ചെയ്യാന്നുള്ളത് ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കളി മാത്രമല്ല, കളിക്കുകയാണെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് കളിക്കണം. അപ്പൊ അതിനുള്ള സാഹചര്യങ്ങൾ എല്ലാവർക്കും കളിക്കാനുള്ള സ്കില്ലൊന്നും ഉണ്ടാവില്ല, എല്ലാവരും കളിച്ചാൽ രക്ഷപ്പെടുന്നില്ല. അപ്പോ റൈറ്റ് കരിയർ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കളിക്കേണ്ടവനെ നമ്മൾ ഒരിക്കലും പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അഖില പഠിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുപോലെ ഓരോരുത്തർക്കും ഓരോ സ്കില്ലുണ്ട്. അത് നമ്മൾ ഇതിൽ കണ്ടെത്തുക എന്നുള്ളതാണ്. അതാണ് റൈറ്റ് തിങ്. ഇപ്പൊ നമ്മുടെ മന്ത്രി വരെ പറഞ്ഞു, ഇപ്പം നമ്മുടെ സ്പോർട്സ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ അനുവദിക്കില്ല, PT തന്നെ ചെയ്യണം, അല്ലെങ്കിൽ കണക്കോ ഫിസിക്സോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും നമ്മുടെ സാറുമാര് ഒരു സമയത്ത് കയറി വരുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ സിസ്റ്റം തന്നെ ഇങ്ങനെ പ്രശ്നമായി കിടക്കുകയാണെന്നാണ്. ജനീഷ് സാറ് പിന്നെ ഈ യങ്ങായതുകൊണ്ട് കുറെ കൂടി നമുക്ക് അദ്ദേഹത്തിൽ വിശ്വാസമുണ്ട്. കുറെ കൂടി നല്ല തീരുമാനങ്ങൾ ഉണ്ടാവും എന്നുള്ളതും സ്പോർട്സിൽ ഇപ്പോൾ ബജറ്റിലാണ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണം. ഈ പുതിയ ആളുകൾ വരുമ്പോൾ, പുതിയ ആശയങ്ങൾ വരുമ്പോൾ നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു പദ്ധതി ഉണ്ട്, ഓരോ വാർഡിലും ഒരു കളിക്കളമാണെന്നുള്ളതാണ്. പക്ഷെ അത് നടപ്പിലല്ലല്ലോ. നമ്മുടെ എത്ര വാർഡുകളിൽ കളിക്കളുണ്ട്, എത്ര പഞ്ചായത്തുകളിലുണ്ട്, എത്ര ജില്ലകളിലുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വിരളമെന്നാണ്. ഞാനൊക്കെ കളിച്ച് പഠിച്ച് നടന്നിരുന്ന ഒരു ഗ്രൗണ്ട് ഒന്നും ഇരുന്നില്ല. ഈ കാശി അടക്കാം, കാശി ഇപ്പൊ പ്ലെയർ ആണ്. അപ്പം ഫുട്ബോൾ വിട്ട് റഗ്ബിയിലേക്ക് പോകുന്നത് ഒരു പക്ഷേ നാട്ടിലെ ഗ്രൗണ്ട് പോയതുകൊണ്ടായിരിക്കാം. ഒരു പക്ഷേ അത്രയും സ്കില്ലുള്ള ഒരാളാണ്. അപ്പൊ നമ്മള് മുത്തൂറ്റ് FC മുത്തൂറ്റ് FA ഇതിനകത്തുണ്ട്, അതേമാതിരി മലബാർ FC ഉണ്ട്. അപ്പൊ അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഈ അവരുടെ ടീമിലേക്ക് നമ്മൾ ഇവനെ ക്യാരക്ടറിനെ ഇറക്കിവിടുക ചെയ്യാം, അവരുടെ ജേഴ്സിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പൊ അവിടുത്തെ ഹെഡ് കോച്ചിനെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, ഈ പയ്യനെ ഇവിടുന്നിട കിട്ടി, ഇവൻ കളിക്കാരനാണല്ലോ എന്ന്. കാരണം അവരുടെ കളിക്കാർക്ക് ഒപ്പം തന്നെ നിന്ന് കളിക്കാൻ അവന് കഴിയുന്നുണ്ട്. അപ്പൊ അവരുടെ സ്കിൽ അതുകൊണ്ട്. പക്ഷെ ഗ്രൗണ്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഓന് നല്ല പരിശീലനം കാര്യങ്ങൾ കിട്ടുമായിരുന്നുവെങ്കിൽ അവൻ ടാലന്റ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ ആകുമായിരുന്നു നമുക്ക്. ചേട്ടനെ പോലെ മറ്റുള്ള പല കളിക്കാരെയും പോലെ. അപ്പോ കാര്യങ്ങളാണ്, സാഹചര്യങ്ങളാണ് ഓരോ മനുഷ്യനെ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ നല്ല സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്, അടിത്തറ നന്നാക്കുക എന്നുള്ളതാണ്. ഈ സിനിമ അടിത്തറക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാകലാണ്, അടിത്തറ പാകാൻ വേണ്ടിയിട്ട്. നോ കമന്റ്സ്. ഭയങ്കര നെഗറ്റീവ് ആയിട്ട് സംഭവം വരുന്നുണ്ട്. അതായത് പ്ലെയർ കമന്ററി പറയുമ്പോൾ സെയിം മേഖലയാണ്, അതുകൊണ്ട് ഒരു അഭിപ്രായം പറയുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കമന്ററി അത്ര എളുപ്പമുള്ള ഒരു പണിയല്ല. നമ്മൾ തന്നെ ഒരു 2 മിനിറ്റ് നമ്മൾ ചുമ്മാ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചാൽ നമുക്ക് നാട്ടിൽ എന്തൊക്കെ പിഴകൾ വരും എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. ചുമ്മാ എന്തെങ്കിലും ഒരു ടോപ്പിക് എടുക്കുക, റാൻഡം ടോപ്പിക് എടുക്കുക. അപ്പൊ 90 മിനിറ്റ് ഈ എന്താണ് പറയാ കമന്ററി ബോക്സിൽ ഇരുന്ന് അലക്കുന്ന ഞങ്ങളുടെ അവസ്ഥ ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചോ. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വരും, പക്ഷെ ബൈ പ്രോസസ് അത് ഡെവലപ്പ് ആയിക്കോളും എന്നുള്ളതാണ്. ഇപ്പം കളിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള, കളിയെ കുറിച്ച് അത്യാവശ്യം നല്ല അറിവുള്ള ഒരു മനുഷ്യനാണ് ബിജേട്ടൻ എന്ന് പറഞ്ഞാൽ. ആ ഒരു ലെവല് ഫുട്ബോൾ ബ്രില്യൻസ് ഉള്ള മനുഷ്യനാണ്. പക്ഷെ കമന്ററിയിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ ഈ എന്താണ് പറയാ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരുന്ന സമയത്ത് വലിയ വലിയ റീലിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാർ പോലും പേടിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെയാണ് ആദ്യമായിട്ട് ഇറക്കി വിട്ടതിന്റെ ആ ഒരു പകപ്പ് അത്രേ ഉള്ളൂ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നല്ല അറിവുള്ള ഒരു മനുഷ്യനാണ്, ലെജൻഡറി പ്ലെയർ ആണ്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിക്കാം. നല്ല കമന്റേറ്റർ ആയിട്ട് വളർന്നു വരട്ടെ, ഇനി സമയമുണ്ട്. അപ്പം എല്ലാവരും പ്രോസസ് ആണല്ലോ. ഈ കമന്റേറ്ററെ പറ്റി പറയുമ്പോൾ ഇപ്പൊ നമ്മളിപ്പോ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവർ എന്തൊക്കെയാണ് പറയണമെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഈ 24 പ്ലേയേഴ്സിന് അല്ലെങ്കിൽ മൊത്തത്തിൽ 30 പ്ലേയേഴ്സ് അല്ലെങ്കിൽ ഇത്രയും ടീമിന്റെ ആൾക്കാരെ മൊത്തം പഠിച്ചിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ അത്രത്തോളം എഫേർട്ട് നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്യുന്നില്ലേ? ശരിക്കും പ്ലേയേഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും പഠിച്ചെടുക്കുന്നില്ല? തീർച്ചയായിട്ടും ഒരു നിസ്സാര പ്രോസസ് അല്ല. ഞാനത് 90 മിനിറ്റ് നമ്മൾ സംസാരിക്കുന്നതിന് ഓരോ മാച്ചിനും നമ്മൾ 8 മണിക്കൂർ 9 മണിക്കൂറൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്. അതായത് കൈപ്പടയിൽ നോട്ടുകൾ എഴുതുന്നത് മുതൽ ഓരോ കളിക്കാരുടെ 22 കളിക്കാരുടെ മാത്രമല്ല നമ്മൾ എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ലിസ്റ്റിലുള്ള പ്ലേയേഴ്സിന്റെ അടക്കം 10-60 പേരുടെ ആ ഒരു എൻറ്റയർ ഹിസ്റ്ററി നമ്മൾ എഴുതണം. നമ്മൾ കോച്ചസിന്റെ ഡീറ്റെയിൽസ്, റഫറീസ് ഏതൊക്കെ നാട്ടിൽ നിന്നുള്ളവരാണ്, ഗ്രൗണ്ട് നടക്കുന്നതിന്റെ ഗ്രൗണ്ടിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്,
കംപ്ലീറ്റ് ആ ഒരു ഗെയിമിനെ സംബന്ധിച്ച് നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് കിട്ടും അത് മുഴുവൻ നമ്മൾ എഴുതി ഉണ്ടാക്കണം. അതിനുശേഷം മാത്രമേ ഒരു മാച്ച്, അതായത് 90 മിനിറ്റിന്റെ ഒരു മാച്ച് പറയാൻ നമുക്ക് 6 മണിക്കൂർ 8 മണിക്കൂർ ചിലപ്പോൾ ഒരു 24 hours ഒക്കെ കഷ്ടപ്പാടുള്ള ഒരു മാച്ച് പറയാം. ഇവിടെ എന്തൊരു കമന്ററി എന്ന് പറയാൻ പറ്റും നമുക്ക് വേണ്ടി ചെറുതായിട്ട് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരെണ്ണം ഒരു നല്ല എനർജിയില് പവർ പ്ലീസ് നമുക്ക് വേണ്ടി എത്രയാണ് മണിക്കൂറാണ് ചുരുക്കുന്നത്. ഡംബല് ഗോളടിച്ചില്ലേ അടിക്കുന്ന ഗോളിനെ പറ്റി പറഞ്ഞാൽ പരാതിയില്ലോ. ഇത്തവണത്തെ ഫൈനൽ മത്സരത്തില് അർജന്റീന ബ്രസീലും വരികയാണ്. ഞാൻ ബ്രസീലിയൻ ആരാധകനാണ്. ഞാൻ ബ്രസീലിനെ ജയിപ്പിക്കുള്ളൂ. അയ്യോ ഇല്ല ഇന്ത്യ അടിച്ചോളും. ഇന്ത്യ പയ്യെ നമ്മൾ കളിക്കും, നമ്മൾ വളരും, നമ്മൾ എല്ലാ മേഖലയിലും വളരുന്നത് പോലെ അതുകൊണ്ട് നമുക്ക് ആ ടോപ്പിക് അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാം. റോബിൻ സിംഗ് നല്ലൊരു പാസുമായി എന്തായാലും മുന്നിലേക്ക് നല്ലൊരു മുന്നേറ്റം തന്നെയാണ് സഹൽ അബ്ദുൽ സമദിലേക്ക് കൊടുക്കുന്നത്. ആൻഡ് നല്ലൊരു ഗോൾ അവിടെ പെനാൽറ്റി ഏരിയയിലേക്ക്. ആൻഡ് ദാറ്റ്സ് എ ഗോൾ. ഒരുപാട് വർഷത്തെ കാത്തിരിപ്പുമായി ചരിത്രമുറങ്ങുന്ന ഇന്ത്യൻ ഫുട്ബോൾ, ഭാരത ഫുട്ബോൾ മണ്ണിലേക്ക് ഒരു മികവുറ്റ വിജയവുമായി ലോക ഫുട്ബോളിന്റെ കനക കിരീടം വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ ഏറ്റുവാങ്ങുകയാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം. തീർച്ചയായിട്ടും താങ്ക് യു. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള നമ്മുടെ കൂടെ പോസ്റ്ററിൽ ഇപ്പോഴും കാണുന്നുണ്ട്, കൈലാഷേട്ടനെ കാണുന്നുണ്ട്. അത് നമുക്ക് പറഞ്ഞിട്ടില്ല. അപ്പൊ കൈലാഷേട്ടനെ പറ്റി അഭിനയിച്ച ഒരു എക്സ്പീരിയൻസ് പറയാമോ? കൈലാഷന്റെ കൂടെ ഞാൻ ഒരു 3ാമത്തെ 4ാമത്തെ കൂടെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്. വളരെ കാലം മുമ്പ് അദ്ദേഹം ഒരുപാട് സിനിമകള് ചെയ്യുന്ന ഒരു ആണല്ലോ. നീലത്താമര തുടങ്ങി പടങ്ങളെല്ലാം അത്യാവശ്യം ഹിറ്റ് ആണല്ലോ. അപ്പൊ ആ ഒരു ടാലന്റായിട്ട് ആക്ടർ കൂടെ അഭിനയിച്ചപ്പോ എന്ത് തോന്നി എക്സ്പീരിയൻസ്? പുള്ളി അടിപൊളിയാണ്, അടിപൊളിയാണ്, നല്ല കമ്പനി. നേരത്തെ ഞാൻ പറഞ്ഞൊരു പേരുണ്ടായിരുന്നു, നൂജൻ വിശേഷങ്ങൾ. അതിലൊന്നിട്ട് വെച്ചിട്ടില്ലേ ചേട്ടൻ? ഇല്ല ഇല്ല. നീ ഏത് ന്യൂജൻ വിശേഷങ്ങളാണ് സിനിമ കാണണം. സിനിമ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ മാക്സിമം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. സിനിമ കണ്ട് മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എല്ലാ മീഡിയാസിനോടും നിങ്ങളൊക്കെയാണ് നമ്മള് പ്രൊമോട്ട് ചെയ്യേണ്ടത്. ചെറിയൊരു പടമാണ്, ചെറിയ ബഡ്ജറ്റിൽ ചെയ്തൊരു പടമാണ്. അപ്പൊ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.